ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു ഫുഡിലുപരി അതൊരു കൾച്ചറായിട്ടാണ്. അത് ഭയങ്കര അമേസിങ് ബിരിയാണി. അത് എത്ര പലരും പറയും എനിക്കിപ്പോൾ മലബാർ ബിരിയാണി ഇഷ്ടം എന്ന് പറയും. എനിക്ക് മലബാർ ബിരിയാണി ഇഷ്ടം. പക്ഷേ ഞാൻ റാവുത്തർ ബിരിയാണിയിൽ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത ആളാണ്. റാവുത്തർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ഫീലാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 7 മണി 8 മണി കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, നെക്സ്റ്റ് ഡേ ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സമയത്ത് അത് വേറെ വാവ് ഫീലാണ്. ഈ ക്യാപ്പിച്ചിനോ അല്ലേ, മുമ്പിൽ വരുമ്പോൾ സ്പൂൺ ഇട്ടിട്ട് അതല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫുഡും ആര് ചെയ്താലും ടേസ്റ്റും. ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരു ഹോട്ടലിനെ, ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കഫേനെയൊക്കെ പറയുമ്പോൾ അത് അവരുടെ ബിസിനസ്സിന് ശരിക്കും വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ റെസ്റ്റോറൻറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 2 കോടി ഉണ്ടെന്ന് വെച്ചോ, അത് ആ ഇൻവെസ്റ്റർ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ടാവും. അതിന് താഴെ 50 പേരുണ്ടെങ്കിൽ ആക്ച്വലി എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കാണുന്നത്, എൻ്റെ ആംഗിളിൽ കാണുന്നത് 50 പേരല്ല, 50 ഫാമിലിയാണ്. സാധാരണ എല്ലാവരും ഒരു പാഷന്റെ പുറത്താണ് ഷെഫ് എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരാറ്. വിനോദ് എന്നുള്ള പേഴ്സൺ ഷെഫ് വിനോദ് ആയതിന് പിന്നിലും ഈ ഒരു സെയിം പാഷൻ തന്നെയാണുള്ളത്. കോട്ടക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് മാർക്കറ്റാണ്. ഞാൻ കാലിക്കറ്റ് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കോട്ടക്കൽ മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. സാധാരണ നാടൻ ചായക്കടി ഒന്നും കിട്ടാതെ ഇതിനൊക്കെ വലിയ വലിയ പേരൊക്കെ ഇട്ടിട്ട് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫുഡിന് മാത്രമല്ല, നമ്മൾ എല്ലാത്തിനും റെസ്പെക്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഐഡിയ കൊണ്ടുവരുന്നവരും ഈ ഇതിന്റെ പിന്നാലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരാണ് ശ്രദ്ധിക്കുന്നത്, വളരെ എത്തിക്സ് പരമായിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളത്. ഒരു കഫേ തുടങ്ങുന്ന ഒരാള് ചിലപ്പം അതിനൊരു ബ്രാൻഡ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. പക്ഷെ ശരിക്കും അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡൊക്കെ ആയി വളരണമെങ്കിൽ എന്തൊക്കെയാണ് ഒരു കഫേ ഓണർ ചെയ്യേണ്ടത് ഇതൊരു ബ്രാൻഡാക്കി എടുക്കാൻ? ഞാൻ പറയുന്നത് ഒരു 2035 ആകുമ്പോഴേക്കും ഒരു 99% ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അതിൻ്റെ അണ്ടറിലാവുന്നുള്ള ഉറപ്പാണ്, എക്സെപ്റ്റ് ദിസ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. Hi all, welcome to a delicious episode of Wise Up Podcast. Today we have a culinary master. കഴിഞ്ഞ 20 വർഷമായി ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയ അഡ്രസ്, മേരിയോട്ട്, പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പ്രോമിനന്റ് ബ്രാൻഡ്സ് ആയ ബ്രൗൺ ടോൺ, ലേഡി ലഫല്ല ഇവർക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പം കോഫി ക്രീം ആൻഡ് ലീം ബേക്കറിന്റെ ഡയറക്ടറി ഓഫ് കൾണറിയായി വർക്ക് ചെയ്യുന്ന വിനോദ് വടശ്ശേരിയാണ് നമ്മളെ കൂടെ എന്നുള്ളത്. ഷെഫ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വെൽക്കം. താങ്ക് യു. സാധാരണ എല്ലാവരും ഒരു പാഷന്റെ പുറത്താണ് ഷെഫ് എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരാറ്. അപ്പം വിനോദ് എന്നുള്ള പേഴ്സൺ ഷെഫ് വിനോദ് ആയതിന് പിന്നിലും ഈ ഒരു സെയിം പാഷൻ തന്നെയാണുള്ളത്. ഞാൻ ആക്ച്വലി പാഷൻ ഉണ്ടായിട്ട് ഇൻഡസ്ട്രി വന്ന ഒരാളല്ല. ആക്ച്വലി അറിയാലോ, പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഫാമിലി സ്ട്രഗിൾസ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒരു സാധാരണ എല്ലാവരും പോലെ ഒരു ജോലി എന്നതിൽ വന്ന ഒരാളാണ്. കാരണം എൻ്റെ ബ്രദർ ക്രൂസ് ലൈനിലായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചത് നമുക്ക് ക്രൂസ് ലൈനിൽ പോവാം ഉള്ള തോട്ട് പ്രോസസ്സിലേക്ക് വന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനത് പഠിച്ചപ്പോൾ തന്നെ കോഴ്സ് ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞത്. പിന്നെ എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ഞാൻ ആഗ്രഹിച്ച പോലെ ഇന്റർനാഷണൽ ബ്രാൻഡ് കിട്ടിയത് ആഡിസൺ ചെന്നൈയിൽ കിട്ടി. അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ വളരെ കുറവ് വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ പിന്നെ ബഹ്റൈനിൽ പോയി, അതുപോലെ തന്നെ ഖത്തർ, UAE വർക്ക് ചെയ്തു. ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ ഒരു പാഷനായിട്ടായി തുടങ്ങിയത് ഈ ജോലിയിൽ. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഫ്രഞ്ച് ഷെഫ്മാരും ജർമ്മൻ ഷെഫ്മാരും ഐറിഷ് അല്ലെങ്കിൽ സ്പാനിഷ് വാട്ടവർ, അവരുടെ ഒരു പാഷൻ ഉണ്ടല്ലോ, ഈ ജോലിയോടുള്ള ഒരു പാഷനും കാര്യങ്ങളും കണ്ടപ്പോഴാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറ് ഷെഫ് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയും, ഞാൻ സാധാരണ എല്ലാവരും ഞാൻ 20 വർഷം വർക്ക് ചെയ്ത് 25 വർഷം വർക്ക് ചെയ്യുന്ന പറയാം, എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഞാൻ ആക്ച്വലി 5 വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി 15 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കുക എന്നാ പറയുന്നത്. കാരണം നമുക്ക് ഈ ഇൻഡസ്ട്രിയോട് അത്രയും ഇഷ്ടം വന്നുപോയി. നമ്മൾ എത്ര വർക്ക് ചെയ്താൽ ഒരു 16 hours 18 hours വരെ പെർ ഡേ എനിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഈവൻ എനിക്കൊരു 4 hours സ്ലീപ്പൊക്കെ ഒരു ദിവസം മതി. ബാക്കി കൂടുതൽ നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ, ഈവൻ ഫോർ എക്സാമ്പിൾ രാവിലെ ഒരു 8 to 9 o'clock കിച്ചണിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കുറ്റബോധമാണ്, ഭയങ്കര റിഗ്രറ്റ് ആണ്, അയ്യോ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതല്ല, അത് സാധാരണ എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാവും. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നൊരു ഹോർമോണിൻ്റെ പ്രത്യേകതയാണ്. മീൻസ് നിങ്ങളിപ്പോൾ ആദ്യം ജിമ്മിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര
ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഉം. പക്ഷെ നിങ്ങൾ 3 months 6 months കണ്ടിന്യൂസ് ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അതെ. ജിമ്മിൽ പോകാണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നൊരു ഭയങ്കര റിഗ്രറ്റ് ആണ് നമുക്ക്. ഭയങ്കര റിഗ്രറ്റ് ആണ്. അയ്യോ ജിമ്മിൽ പോയില്ല. ആ സെയിം സിറ്റുവേഷൻ ആണ് എൻ്റെ. ഓക്കെ. ഇപ്പോൾ രാവിലെ 8 മണിക്ക് പോയിട്ട് ഈവൻ ഫോർ എക്സാമ്പിൾ ഒരു 6 o'clock ഒക്കെ ഞാൻ ഫ്ലാറ്റിലോട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയൊക്കെയാണ്. രാത്രി ഒരു 10 മണി വരെ 11 മണി വരെയൊക്കെ റെസ്റ്റോറൻറ്റിലിരുന്ന് അതുപോലെ കിച്ചണിൽ വർക്ക് ചെയ്ത് ഗസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇൻട്രാക്ട് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നത്. അതല്ല സാറ്റിസ്ഫാക്ഷൻ അതാണ്. ഒരു നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മൾ എന്തൊക്കെ ചെയ്തു തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഈ ഒരു ഫീൽ വരണമെങ്കിൽ നമുക്കിതൊരു ഈ പാഷൻ എന്ന് പറഞ്ഞ സംഭവം വരണം. മനസ്സിലായോ? അപ്പോൾ സാധാരണ ഇപ്പോൾ പലരും പറയും ഞാൻ ഭയങ്കര പാഷനായിട്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ വന്നതെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ വളരെ ഓപ്പണായി പറയണം, അങ്ങനെ വന്നൊരാളല്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ ഞാൻ വർക്ക് ചെയ്ത എൻ്റെ കൂടെ ഉള്ളവരുടെ ക്വാളിറ്റി കൊണ്ട് ഞാൻ തന്നെ മോൾഡ് ചെയ്തിട്ടായിരിക്കും ഒരു Okay. പാഷൻ എന്നുള്ള എനിക്ക് മോൾഡ് ചെയ്തിട്ടാണ് ശരിക്കും ഉണ്ടായത്. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതെ. അവിടുന്ന് പിന്നെ എപ്പോഴാണ് കേരളത്തിലേക്കൊരു കംബാക്ക് എന്നുള്ള രീതിയിൽ ഇപ്പം കേരളത്തിലെ പല ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 2018 ഞാൻ തിരിച്ചു വരുന്നത്. Okay. 2018 to 20 ബൺ ക്ലബിന്റെ കോർപ്പറേറ്റ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ബ്രൗൺ ഡൗണിന്റെ ഷെഫായിട്ട് വർക്ക് ചെയ്തു 2 years. അതിനുശേഷം ഞാൻ ലേഡി ലോഫിൽ അവരായിട്ട് ജോയിൻ Okay. ആവുന്ന അവരുടെ ഷെഫായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ നെല്ലറ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ അവരുടെ കഫേ നെൽസ് കഫേ ചെയ്തു. ഇൻ ബിറ്റ്വീൻ കാശ്മീർ ഒരു കഫേയായിട്ട് അസോസിയേറ്റ് ചെയ്തു. മൈസൂരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. ഞാൻ കോഫി ക്രീമിക്ക് എത്തിപ്പെടുന്നത് ആക്ച്വലി പ്രതീക്ഷിക്കാതെ എത്തിപ്പെടുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എപ്പോഴും ഇങ്ങനെ, അത് ഇന്നിപ്പോൾ ചെന്നൈ ആണെങ്കിൽ നാളെ ഹൈദരാബാദ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കിട്ടാത്ത സിറ്റുവേഷനായി. അപ്പോൾ മനസ്സിലായി. പിന്നെ മാത്രമല്ല എനിക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നും ഈ ട്രാവലിംഗ് ആവുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക സ്കില്ല് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഞാൻ കൊച്ചിയിലൊരു ലീഡിങ് എന്താ പറയുക കഫേന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവരൊരു മാസം സമയം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ പാക്കേജ് പറഞ്ഞിട്ട് വരുമ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് കോഫി ക്രീമിലെ ഓണർ എന്നെ വിളിക്കുന്നത്. നമുക്കൊരു ഇൻ്റർനാഷണൽ ബ്രെഡിൻ്റെ ട്രെയിനിങ് വേണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ബാംഗ്ലൂർ തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് നാളെ തന്നെ വന്ന് കണ്ടിട്ട് ഒരു ഞാൻ പോസ്റ്റ്പോൺ ചെയ്യാം, കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ അവിടെ എത്തിയ സമയത്ത് പുള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി 20 വർഷം ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം ഇവരുടെ ആദ്യത്തെ ഫേം ഒരു വയലത്തൂർ സാധാരണ ഒരു കൊച്ചിൻ ബേക്കറി മോഡൽ ഉള്ളൊരു ട്രഡീഷണൽ ബേക്കറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതെന്നാണ് ലീം എന്ന് പറഞ്ഞ ബ്രാൻഡും കോഫിക്കും എന്ന ബ്രാൻഡൊക്കെ എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ നോക്കുന്ന ഒരു 3 മാസം ട്രെയിനിങ് ഒക്കെ തരാം എന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ പുള്ളി എന്നോട് ചോദിക്കുകയാണ് എന്തായാലും ഞങ്ങളൊരു കോർപ്പറേറ്റ് ഷെഫിനെ നോക്കുന്നുണ്ട്, ഷെഫ് ഞങ്ങളുടെ കൂടെ കൂടുന്നു, ഷെഫിനെ ആ ഒരു ബ്രാൻഡിലേക്ക് ഈ ബ്രാൻഡിലേക്ക് പോകണം ഓക്കെ. പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ, കാരണം ഞാൻ ഇന്റർനാഷണലി വർക്ക് ചെയ്ത ആളാണ്. അതിനുശേഷം കാലിക്കറ്റ് വർക്ക് ചെയ്തു. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്ന കൊച്ചിയാണ്, ഓക്കെ. അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്. ദെൻ വൈ കോട്ടക്കൽ? കോട്ടക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് മാർക്കറ്റാണ്. ഞാൻ കാലിക്കറ്റ് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കോട്ടക്കൽ മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ഒരു സാധനം പോലും കിച്ചണിലേക്ക് തിരിച്ചു പോകില്ല. ഓക്കെ. അത്രയും അടിപൊളി മാർക്കറ്റ് കോട്ടക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ എവിടെ ചെന്നാലും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ആ മാർക്കറ്റിനെ പറ്റി ഭയങ്കര ഒബ്സർവ് ചെയ്യും. അത് നമ്മുടെ ഒരു പാഷന്റെ ഭാഗം കൂടിയാണ്. ഒബ്സർവ് ചെയ്യും ഈ മാർക്കറ്റ് എങ്ങനെയാണ്, നമ്മൾ ഇവിടെ എങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് പോവുക, കാര്യങ്ങൾ പലതും ഒബ്സർവ് ചെയ്യും. ഓക്കെ. അപ്പം കോട്ടക്കൽ മാർക്കറ്റിൽ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞാൽ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ഹബ്ബായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളത്. അപ്പോൾ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കോട്ടക്കൽ നിന്ന് മലപ്പുറത്തേക്കാണെങ്കിലും വളാഞ്ചേരിക്കാണെങ്കിലും എടപ്പാളിക്കാണെങ്കിലും തിരൂരിലേക്കാണെങ്കിലും ഒരേ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ മാപ്പ് വെച്ച് നോക്കി മനസ്സിലാവും. അപ്പോൾ കോട്ടക്കൽ ഒബ്വിയസ്ലി ഒരു ഹബ്ബാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞാൻ പല ആൾക്കാരോട് സംസാരിക്കും, എടപ്പാളിൽ വരെ ചോദിച്ചാൽ പറയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പുറത്ത് പോകണമെന്ന് ഞങ്ങൾ കോട്ടക്കൽ വരിക, കോട്ടക്കൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെ മലപ്പുറത്തുള്ളവരും പെരിന്തൽമണ്ണയുള്ളവരും എല്ലാവരും അവിടെ ഒരു ഹബ്ബ് പോലെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറെന്റ് ആയ ആൾക്കാർ വരുമ്പോൾ പ്രശ്നം ഒരു ഗുണം എന്താ പറയുക, നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതും സക്സസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ദുബായിലൊക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ സക്സസ് ആവുന്നത്. കാരണം അവിടെ മൾട്ടി കൾച്ചർ ഉണ്ട്, എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗം പോയാൽ തന്നെ നമുക്ക് അതല്ലാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതുപോലെയാണ് കോട്ടക്കൽ. നമുക്ക് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നതുകൊണ്ടും അവർ ഈ വരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വേൾഡിന്റെ പല റീജിയനിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പല രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി കോട്ടക്കൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയാൽ ഈ ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങൾ കൂടുതൽ നടക്കുന്ന കോട്ടക്കലാണ്. നമ്മുടെ കോഫി ഷോപ്പിൽ തന്നെ ഒരുപാട് നടക്കും, വലിയ വലിയ
ഇപ്പൊ ശരിക്കും അതൊരു കൾച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ പണ്ടൊക്കെ നമ്മൾ അതെ, ഒരു ട്രഡീഷണൽ കഫേല് ആയിട്ട് ഒരു നടത്താൻ ഓഫീസിൽ വന്ന് നടത്തുന്ന മീറ്റിംഗ്സ് ഇപ്പോൾ ഒരു കഫേയിൽ അതെ. വന്നിട്ട് നമുക്ക് മീറ്റിംഗ് അതെ, നടത്താം. ഇപ്പൊ അതെ, ബിസിനസ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവിടെ വരുന്നതിൽ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു ക്ലയന്റ് മീറ്റിംഗിനായിട്ടാണ് അവരവിടെ ചൂസ് അതെ. ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കോട്ടക്കൽ എന്ത് കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ സ്പെൻഡിങ് കപ്പാസിറ്റിയും നല്ല സ്പെൻഡിങ് കപ്പാസിറ്റിയാണ്. കൂടുതലാണ്. നമ്മൾ ആക്ച്വലി കോഴിക്കോട് ഞാൻ കഫേസിന് വേണ്ടി കുറച്ച് ഇതിനേക്കാളും ബിസിനസ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്, കോട്ടക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ കോഴിക്കോടല്ലേ പൊതുവെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുതലുള്ള ആളുകൾ? ആയിരിക്കാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല സ്പെൻഡിങ് കപ്പാസിറ്റി ഇപ്പോൾ ഫീൽ ചെയ്തത് ഇപ്പോൾ കോട്ടക്കലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം കോട്ടക്കലിൽ ശരിക്കും ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള ആൾക്കാർ, അതായത് പല അതെ ടൈപ്പ് ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കോഫി ക്രീമിന്റെ ഒക്കെ തന്നെ ഇപ്പം ആസ് എ കൺസൾട്ടന്റ് മെനു എഞ്ചിനീയറിംഗിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരാളാണല്ലോ. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നിയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സ് ഇല്ല, വരുന്ന സമയത്തെ ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉം. പെട്ടെന്ന് ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഉം. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 മന്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഓക്കെ. എനിക്ക് ഒബ്സർവ് ചെയ്യാനുള്ള സമയം ചോദിക്കും. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ഒബ്സർവ് ചെയ്യാനുള്ള സമയം വേണമെന്ന് പറയും. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്ത് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു എന്താ പറയുക ഒരു റിസൾട്ട് കിട്ടും. ഇല്ല ഞാൻ വന്നിട്ട് ഞാൻ ഒരു ഭയങ്കരമായ ഷെഫാണ് എന്നൊക്കെ കാണിച്ചോടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫെയിലിയർ ആയി പോകും. അതിനേക്കാളും നല്ല സമയം എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ ഈ 3 മാസം നമുക്ക് ബാഡ് നെയിം വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ 3 മാസം ശേഷം നമുക്ക് നല്ല റിസൾട്ട് വരികയാണ്. അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. ആദ്യം ഉണ്ടാക്കുന്ന ഇംപ്രഷൻ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ. ഓക്കെ. ഈ കോട്ടക്കൽ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പം 11 to 11 കഫേ ഉള്ളത്. പിന്നെ 11 to 2 AM ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി പുതിയ കോഫി ക്രീം നമ്മളിപ്പോൾ ബിൽഡിങ്ങിന്റെ അത് സ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ 24 hours ആക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കാരണം 24 hours വെച്ചാൽ നമുക്ക് ബിസിനസ് കിട്ടും. കാരണം നമുക്ക് കോട്ടക്കൽ ആയുർവേദശാല ഉണ്ട്, Hospitals ഉണ്ട്. ആൽമാസ് ഉണ്ട്, മിംസ് ഉണ്ട്. അപ്പോൾ 24 hours ബിസിനസ് മസ്റ്റ് ആയിട്ടും കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് തന്നെ ഞാൻ മെനു എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അവിടെ ഞാൻ പറഞ്ഞു നമുക്ക് അറബ്സ് ഒരുപാടുണ്ട്, യൂറോപ്യൻസ് ഒരുപാട് അതെ, അതെ. വരുന്നുണ്ട് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. മാത്രമല്ല കോഫി ക്രീമിലെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ബിസിനസ്സുകാരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ആ ഒരു കോണ്ടിനെന്റൽ ഫ്ലേവേഴ്സിലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടച്ചുള്ള എന്ത് മെനു ചെയ്താലും അവിടെ സക്സസ് ആവുമെന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്ത ഇന്റർനാഷണൽ വേർഡ്സ് ചെയ്തു, അതായത് കോസോൺസ് അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള സോഡോ കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ. പിന്നെ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്തത് പറഞ്ഞാൽ അത് ബേസ് ചെയ്ത് ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. ഇപ്പം മലബാറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അവകാശപ്പെടും പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ. ഞാൻ ലേഡി ലോഫിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഇപ്പോൾ മലപ്പുറത്തെ ആദ്യത്തെ പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പ്രോപ്പർ നിങ്ങളിപ്പോൾ ദുബായിലെ ഏത് ലീഡിങ് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുള്ള കഫേസിൽ പോയാലും അവിടെ കിട്ടുന്ന അതേ ഐറ്റംസ് ഞാൻ എൻ്റെ മെനുവിലുണ്ട്. ഓക്കെ. ലേഡി ലൊഫലിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് റീച്ച് നല്ലോണം കിട്ടിയ ഒരു ഐറ്റം ആയിരുന്നു ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ലേഡി ലോഫൽ എന്ന് പറഞ്ഞാൽ അറിയോ, ആക്ച്വലി കഫേ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബ്രൗൺ ടോ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിസ്റ്റോ കോൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? ലേഡി ലോഫൽ ഒരു ബൊട്ടിക് കോൺസെപ്റ്റ് ആണത്. ഒരു ബ്രെഡ് ബൊട്ടിക് പ്ലസ് ആർട്ടിസണൽ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അത് മനസ്സിലാവുന്നവർക്ക് അത് അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പോൾ കോഫി ക്രീമിന് 2 ഉണ്ട്. നമുക്ക് തിരൂരുള്ളത് നമുക്കൊരു ബ്രിസ്റ്റോ കോൺസെപ്റ്റും പക്ഷെ കോട്ടയ്ക്കുള്ളത് നമുക്ക് ടിപ്പിക്കൽ കോഫി കോൺസെപ്റ്റ് ആണ്. എന്താ ഡിഫറൻസ് എന്നാലും മനസ്സിലാവാത്ത? ഇപ്പോൾ ടിപ്പിക്കൽ കോഫി കോൺസെപ്റ്റ് ആണെങ്കിലും പക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബ്രിസ്റ്റോ മോഡൽ മെനു തന്നെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആംബിയൻസ് പോരാ, നമ്മുടെ മെനുവിന് വേണ്ട ആംബിയൻസ് വേറെതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് തമ്മിൽ എന്താ ശരിക്കും നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ വരുന്ന പ്രത്യേകതകളാണ്. വ്യത്യാസം? അപ്പൊ നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ കോഫി ഷോപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം അവിടെ ഈ ബർഗേഴ്സിനും സാൻഡ്വിച്ചസിനും ജ്യൂസിനും മൊയ്റ്റോസിനും അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അത് ബ്രിസ്റ്റോ കോൺസെപ്റ്റ് ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരും. ഫുഡിന്റെ പ്രസന്റേഷനും കാര്യങ്ങളും, അതായത് ക്ലാസിക് വേർഷനായും കൂടുതൽ ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽസിലുള്ള ഫൈൻ ഡൈനിങ് കൊടുക്കുന്ന മിക്ക സംഭവങ്ങളും നമുക്ക് അവിടെയും കിട്ടും. ഒക്കെ നല്ല നല്ല സംഭവങ്ങൾ കിട്ടും. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 rupees ഉള്ള സാധനം ചിലപ്പോൾ ഇവിടെ നമുക്ക് 600 കിട്ടുകയും ചെയ്യും. അതേ ഫ്ലേവറിൽ കിട്ടുകയും ചെയ്യും, ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ലേഡി ലോഫിൽ വേറൊരു കോൺസെപ്റ്റ്, അത് ആർട്ടിസണൽ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. അതിന്റെ പ്രത്യേകത നമുക്ക് വേണ്ട സോസ്, അതിന്റെ ഇപ്പോൾ പാസ്താസ് ആണെങ്കിൽ ഹോം മെയ്ഡ് ആണ്, സോസ് ഹോം മെയ്ഡ് ആണ്. ഈവൻ നമുക്ക് വേണ്ട കുറേ മിക്ക വെജിറ്റബിൾസ് വരെ നമ്മളത് ഇന്നോവ് ചെയ്യുന്നുണ്ട്, പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആർട്ടിസണൽ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ മേടിച്ചിട്ട് തരാൻ പറ്റില്ല. കാരണം നമ്മൾ പല സംഭവങ്ങളും ഇന്നോവ്സ് അവിടെ ചെയ്തേ മതി.
അതാണ് ഇതിന് മൂന്നിൻ്റെയും പ്രത്യേകത. ഡിഫറൻസ്. അപ്പം ഓക്കെ. ഇത് നമ്മൾ ബിസ്റ്റോ കോൺസെപ്റ്റിൽ കൊണ്ടുപോകണമെങ്കിലും പക്ഷെ അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ കോഫി ക്രീമിൽ. കോഫി ക്രീമിൽ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ഉം. പിന്നെ സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ്, അതായത് ഇപ്പോൾ ഈ മലബാർ ഏരിയയിൽ വേറെ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നമ്മൾ അതിന് അത്രയും റിസ്ക് എടുത്ത് R&D ചെയ്ത് വളരെ വൈറലാക്കി ചെയ്തത് കോഫി ക്രീമിലാണ് മലബാർ ഏരിയയിൽ, കൊച്ചിയിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ. പിന്നെ നമുക്കൊരു ഗോർമേ സ്റ്റൈൽ കോൺസെപ്റ്റ്. നമുക്ക് നേരത്തെ ഒരു മെനു ഉണ്ടായിരുന്നു, അതിൽ ഏറ്റവും മൂവിങ് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പിന്നെ നമ്മൾ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ക്ലാസിക് ആയിട്ടുള്ള കോണ്ടിനെന്റിൽ ചെയ്യുന്ന ഒരാളല്ല, ഒരു ഗോർമേ സ്റ്റൈലാണ്. അപ്പം മേ ബി ഞാൻ ചെയ്യുന്ന ഫുഡിൻ്റെ സോസ് അതല്ലെങ്കിൽ അതിന് വേണ്ട അകത്ത് ഉപയോഗിക്കേണ്ട എന്താണ് ഉപയോഗിക്കേണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ പാസ്തയാണെങ്കിൽ പാസ്ത ഹോം മെയ്ഡ് ചെയ്ത്, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഒരു ലുക്ക് വൈസ് ഭയങ്കര നിങ്ങൾക്ക് വാവ് ഫീൽ ചെയ്യും. കാരണം ഗോർമേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനസ്റ്റ് വേഷൻ നിങ്ങൾക്ക് കിട്ടും. അതെ അതെ അതെ, അത് കിട്ടും. വൺസ് ഒരു മെനു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുന്നവരുണ്ട്. അതെ. ശരിക്കും ഐഡിയലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു മെനു ഫിക്സ് ചെയ്ത് ആ ഒരു ഐറ്റത്തിന് ഒരുപാട് സെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയാണ് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണോ? ചിലപ്പോൾ അവരുടെയൊക്കെ ചില ബ്രാൻഡ്സിന്റെ ഒക്കെ ഒരു കീ ഐറ്റം ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരിക്കും. അപ്പൊ ആ ഒരു മെനുവിൽ നിന്ന് അവരായിട്ട് റിമൂവ് ചെയ്ത് വേറൊരു ഐറ്റം ഡിഷസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ഡിഫിക്കൽട്ട്. അത് ഹൈ റിസ്ക് ആണ്. നമ്മളെന്താ ചെയ്യണം? പക്ഷേ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി പലരും ഒരു മെനു ചെയ്ത് കഴിഞ്ഞാൽ പല കോഫി ഷോപ്പിലോ റെസ്റ്റോറൻറ്റ്സിലോ നിങ്ങൾ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ 2 years നിങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഒരേ മെനു ആയിരിക്കും, അല്ലെ? ചിലപ്പോൾ 5 years ആയിരിക്കും. അതിനോട് ഞാൻ ഭയങ്കരമായിട്ട് എതിരുള്ള ആളാണ്. കാരണം കസ്റ്റമേഴ്സിന് നമ്മളെപ്പോഴും എന്താ പറയുക, അവർക്ക് എന്നും വരുമ്പോൾ ഒരു വാവ് ഫീൽ കൊടുക്കണം, പുതിയ ചോയ്സ് കൊടുക്കണം. അപ്പം ഞാനതാ പറഞ്ഞു, ഇപ്പോൾ കോഫി ക്രീമിൽ നിങ്ങൾക്ക് പിസ്സയ്ക്ക് ഒരു മെനു ഉണ്ട്, ബിസ്ക്കറ്റിന് ഒരു മെനു ഉണ്ട്, ഗോർമേ സ്റ്റൈലിന് മെനു ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് മെനു ഉണ്ട്. ഇഷ്ടം പോലെ ചോയ്സ് ആണ്. ഇതിനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ കോഫി ക്രീമിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എവറി 6 months അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഡ്വൈസ് എല്ലാവരുടെ അടുത്തും. കാരണം ഒരു 6 മാസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 yearലെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 1 yearലെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്യാൻ എങ്ങനെ പറഞ്ഞാൽ നമ്മൾ നോക്കുമല്ലോ, അതായത് നമ്മൾ സെയിൽ റിപ്പോർട്ട് എടുക്കും, ഏതാണ് ഫാസ്റ്റ് മൂവിങ് സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ. അതല്ലാതെ നമുക്ക് ആൾക്കാർക്ക് അധികം പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് വലിയ വാവ് ഫീൽ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, അവർക്കൊരു കറണ്ട് ട്രെൻഡിലുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഇന്നോവേറ്റീവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവർക്ക് കസ്റ്റമറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുതൽ കസ്റ്റമേഴ്സിന് ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ ഗസ്റ്റിന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ വരുന്ന സമയത്ത് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അപ്സെറ്റ് ആവില്ല, എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക്സ് ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. കേക്ക്സ് നമ്മൾ ഒരു മാസത്തിൽ ഒരുപാട് വെറൈറ്റി കേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ മാസം സാധനം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല, ആ ഒരു ഫാസ്റ്റ് മൂവിങ് സാധനം അവിടെ ഉണ്ടാവും. അതല്ലാത്ത സാധനം നമ്മളത് ട്രാക്ക് ചെയ്ത് അത് മാറ്റിയിട്ടേ ഇരിക്കുന്നുള്ളൂ. ഈ പുതിയ സാധനം ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് ട്രൈ ചെയ്യിക്കാന്നുള്ള ഒരു സംഭവം ഉണ്ട്. ചിലര് ഇപ്പൊ നമ്മള് മീമായിട്ട് പറയാറുണ്ട്, എല്ലാരും മെനു നോക്കിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്യുന്നുള്ളു. അപ്പൊ അതുപോലത്തെ കസ്റ്റമേഴ്സിന് എങ്ങനെയാ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യിക്കാനൊക്കെ? അതാണ് ആക്ച്വലി പലരും ഇവിടെ നാട്ടിൽ ചെയ്യാത്തത്. അതിന് വളരെ ഈസിയ മാർഗം പറഞ്ഞാൽ അതായത് ഗസ്റ്റുമായിട്ട് ഷെഫ്മാർ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 2018 വരുന്ന സമയത്ത് പലരും ഈ കിച്ചണിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ വരും, ടേബിളിന് മുകളിൽ മെനു ഉണ്ടാവും, മെനു നോക്കിയിട്ട് ഒരു കാര്യം ഓർഡർ ചെയ്യും, പോകും, അങ്ങനെയാണ്. ഇപ്പോൾ എന്നെ അറിയുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം, അവർ വന്നു കഴിഞ്ഞാൽ അവർ മെനു എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനാണ് ടേബിളിൽ ആ സമയത്തുള്ളത്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ താഴെ ഞാൻ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യും. കാരണം അവർ പിന്നെ റിപ്പീറ്റഡ് ഗസ്റ്റ് ആണെങ്കിൽ അവർക്ക് അറിയാം പുള്ളിക്ക് എന്ത് ഫ്ലേവറാണ് ഇഷ്ടം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് എന്താ ഇഷ്ടം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. പിന്നെ അങ്ങനെ ഇന്ററാക്ട് ചെയ്താൽ മാത്രം നമുക്ക് ഈ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ററാക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ എന്ത് സംഭവം പറഞ്ഞാൽ ആ ഒരു അപ്സെല്ലിംഗ് സ്റ്റക്ക് ആയി പോകും. ഇപ്പം നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറിയാണ്, നമ്മൾ അവിടെ വലിയ ഒരു കണക്ഷൻസ് ഇല്ല. അപ്പം ഞാൻ പറയുന്ന സാർ ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കില്ല. പക്ഷെ നമ്മൾ ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തീരെ ഡൗട്ട് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിരിക്കും റിസ്ക് എടുക്കണമെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയും പുതിയ സാധനം വേണ്ടി ഇന്ന് ഇത് കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറയും, അവർക്ക് ഒരു പ്രശ്നമില്ല, അവർ കഴിക്കും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് തന്നിട്ട് പോകും.
ഓക്കെ. മനസ്സിലായോ? സാറിപ്പം ഷെഫിന്റെ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സിന് ഇപ്പം നമ്മുടെ അസെറ്റ്സ് ആണെങ്കിൽ അഡ്രസ് ആണെങ്കിൽ അതുപോലെ ഓക്കെ. മാരിയറ്റ് ഇതുപോലെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ സർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു കൺസൾട്ടന്റ് ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഒരാൾ, ഒരു റെസ്റ്റോറൻറ്റ് ഓണർ അല്ലെങ്കിൽ ഒരു കഫേ ഓണറൊക്കെ തൻ്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കൺസൾട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒപ്പീനിയൻസ് ചോദിച്ച് മനസ്സിലാക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ മനസ്സിലായി. ശരിക്കും വാട്ട് യു പ്രൊവൈഡ്, എന്ത് തരത്തിലുള്ള സർവീസാണ് ഒരു കൺസൾട്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ. നിങ്ങൾ പുതിയൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കഫേ തുടങ്ങണം. ഉം. കഫേ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉം. ആദ്യം ഒന്ന് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. ട്രാവൽ ചെയ്യാൻ ശ്രമിക്കണം നന്നായിട്ട്. എന്നിട്ട് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ പല സ്റ്റേറ്റിലുള്ള വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ പോവാം, ഹൈദരാബാദ് പോവാം, ഡൽഹി പോവാം, മുംബൈ പോവാം. ഓക്കെ. വിസിറ്റ് ചെയ്യുക, പലതരം ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇതെങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആദ്യം ട്രാവൽ ചെയ്യണം. ഇല്ലെങ്കിൽ കൺസൾട്ടൻ്റ്, ഇപ്പോൾ ഞാൻ ഒരു കൺസൾട്ടൻ്റ്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും ഓക്കെ. അല്ലേ. ആദ്യം നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പലതരം ഫുഡ്, പലതരം മെനു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കൺസൾട്ടൻ്റ് എടുത്തിട്ട് പറയാൻ പറ്റും, ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഇതാ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കേണ്ടി വരും. മോണോപ്പൊളി അവിടെ അല്ലേ. നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇത് ചിലപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അവർ പറയണം എന്നാണ്. എൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ഈസിയാണ് പിന്നെ വർക്ക് ചെയ്യാൻ. അവർക്ക് എന്താ വേണ്ടത് എനിക്ക് വളരെ ക്ലിയർ ആണ്. പിന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ക്ലിയർ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൺസൾട്ടൻ്റ് പോവാം, രണ്ട് രീതി ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു ഷെഫിനെ എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു മാനേജർ എടുത്തിട്ട് അവരെ വെച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ കൺസൾട്ടന്റിനെ ഉപയോഗിക്കുകയും ചെയ്യാം. കൺസൾട്ടന്റിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് പേഴ്സൺ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ചിലപ്പോൾ ഇപ്പോൾ 2-3 വർഷം വർക്ക് ചെയ്ത ഒരാൾ വന്നിട്ട് ഞാൻ കൺസൾട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു കൺസൾട്ടിംഗ് എന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ 15 years ആണ്. ശരിക്കും കേരളത്തിലൊരു കൺസൾട്ടന്റ് ഷെഫ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ വന്നു തുടങ്ങിയിട്ട് പോലും അധിക കാലമായിട്ടില്ല. ഒരുപാട് ആളുകളുണ്ടോ സാറിന് അറിയുന്നത്? ഇല്ല, ഒരുപാട് ആയിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് നല്ല എക്സ്പീരിയൻസും നല്ല ടാലൻ്റുള്ള ഒരുപാട് ഷെഫുമാരുണ്ട് കേട്ടോ, ഒരുപാട് ഷെഫുമാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കൺസൾട്ടൻസ് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പറ്റി സ്റ്റഡി ചെയ്ത് ചിലപ്പോൾ മേ ബി അവരെ കുറിച്ചുള്ള ചിലപ്പോൾ വേറെ ആയിരുന്നു ഫീഡ്ബാക്ക് എടുക്കേണ്ടി വരും. ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് എടുക്കുന്ന ആൾ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ പറഞ്ഞെന്താണ്, എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. കാരണം ചിലപ്പോൾ മേ ബി എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വന്ന ഒരാളായിരിക്കും. അപ്പോൾ പുതിയൊരാൾക്ക് ഇതൊന്നും ഇല്ലാതെ നിങ്ങളെ മാക്സിമം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു മിനിമം ഒരു 15 years ഒക്കെ വർക്ക് ചെയ്ത് ഡിഫറെൻറ്റ് ബ്രാൻഡിൽ, അത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത ആളാണെങ്കിൽ ചില പ്രശ്നമെന്ന് ഞാൻ പറയാം. ഒരു 3-4 സ്ഥലത്തൊക്കെ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്കറിയും. അപ്പോൾ പല ബ്രാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പല SOPs ആയിരിക്കും അല്ലേ, പല സിസ്റ്റംസ് ഒക്കെ റൺ ചെയ്യും. അപ്പോൾ ഓരോ സിസ്റ്റത്തിനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഡിഫറെൻ്റ് ആയ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ല ഡിഫറെൻറ്റ് മെനുവിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചലഞ്ചസ് വന്ന് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ എൻ്റെ ഓണേഴ്സിൻ്റെ കൂടെ അവർ ഭയങ്കര കോൺഫിഡൻറ്റ് എപ്പോഴും പറയും. അതായത് ഞാൻ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, പക്ഷെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അവർ. കാരണം നമ്മൾ എന്ത് വന്നാലും അവർക്ക് ഒരു കട്ടയ്ക്ക് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് വിഷയമല്ല. അപ്പം അവർക്കൊരു ധൈര്യമാണ് നമ്മൾ കൂടെ ഉള്ളത്. അല്ല അതേപോലെ നമുക്കുണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളൊരു ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓണേഴ്സ് ഭയങ്കര പാഷനറ്റ് ആയിരിക്കണം, ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് R&D ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 6 മാസം മെനു മാറ്റം, 1 വർഷം മെനു മാറ്റം നടക്കില്ല. അപ്പോൾ ആ കിട്ടുന്ന ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കര പാഷനറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് R&D ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ബ്രിസ്ക്കറ്റിന്റെ R&Dക്കൊക്കെ ഒരു 3 ലക്ഷം രൂപ R&D മാറ്റി വെച്ചിട്ടുണ്ട്. R&D ഇതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ട ചെലവുകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ ചോദിക്കുന്നുണ്ട്, ഇത് എന്താവും, സക്സസ് ആവുമോ? അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. അപ്പോൾ അതൊന്നും ഷെഫ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് ചെയ്യാം, ഷെഫ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമുക്ക് കൂടെ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലാണ് പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് ട്രെൻഡിൽ ഒരു സാധനം ഞാൻ ചെയ്തു, കുറച്ച് കഴിഞ്ഞ് ആ ട്രെൻഡ് പോവാം. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുതിയ R&D ചെയ്യില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ
അതായത് ഒരു ഇൻവെസ്റ്റർ എങ്ങനെയാണോ ഒരു ഷെഫിനെ ഒരു മാനേജർ സെലക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ തിരിച്ചും. അങ്ങനെയുള്ള ഓക്കെ. ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് മാർക്കറ്റിലേക്ക് പുതിയ പുതിയ ഇന്നോവേറ്റീവ് സാധനങ്ങൾ കിട്ടുള്ളൂ, കിട്ടുള്ളൂ. നമ്മൾ ക്രിയേറ്റിവിറ്റി കിട്ടുള്ളൂ. ഇപ്പൊ ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്നോവേഷന്റെ കാര്യം പറയുമ്പം ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പം ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്തിട്ട് ചിലതൊക്കെ വളരെ അതിനൊരു എൻ്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് കളയുന്ന രീതിക്ക് പലതും കാണാറുണ്ട്. ഇപ്പൊ ഓക്കെ ചെറിയ ചെറിയ കഫേസ് അല്ലെങ്കിൽ ടീ ഷോപ്സ് ഒക്കെ ആയാലും നമ്മള് സാധാരണ നാടൻ ചായക്കടിയൊന്നും കിട്ടാതെ ഇതിനൊക്കെ ഓക്കെ വലിയ വലിയ പേരൊക്കെ ഇട്ടിട്ട് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി. ഷവർമേനെ തന്നെ ആ അതിനെ വേറെ ഇന്നോവേറ്റീവ് വേയില് അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ വേയിലാക്കും. ആ മനസ്സിലായി. രീതിക്ക് ഒരുപാട് അതന്നെ, അതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഉം, നമുക്ക് ബിസിനസ് രണ്ട് രീതിയിൽ ചെയ്യാം. ഉം, ഒന്ന് നമുക്ക് ലെഗസി ബേസ് ചെയ്യാം, ഫാന്റസി ബേസ് ചെയ്യാം. ഉം, ലെഗസി ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു വിഷൻ ഉണ്ടാവും, ഒരു ലോങ് വിഷൻ ഉണ്ടാവും. അത് മേ ബി അതിനൊരു എൻഡ് ഉണ്ടാവില്ല. ഉം, ഓക്കെ. മേ ബി ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മക്കള്, എൻ്റെ മക്കളുടെ മക്കള്, മക്കളുടെ മക്കള് ഉം, അങ്ങനെ പോകും. അതാണ് ലെഗസി ആയിട്ട് പോകുന്നത്. അങ്ങനെ അത് ഒരുപാട് വർഷം നമ്മൾ എന്താ പറയുക, വിഷനോടുകൂടി പ്ലാൻ ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒരു ട്രെൻഡിന് വേണ്ടി ചെയ്യുന്നതല്ല. ഉം, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് അവതരിപ്പിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായ മേ ബി ഒറിജിനൽ വേർഷൻസ് ഉണ്ടാവും. നമ്മുടെ ക്രിയേറ്റീവ് ആണെങ്കിൽ അതിലൊരു എത്തിക് ഉണ്ടാവും ഓക്കെ. അല്ലേ. അതല്ലാതെ വേറെ രീതി ചെയ്യാം, ഉം, ഫാന്റസി ബേസ് ചെയ്യാം ഉം. അല്ലേ. ഫാന്റസി ബേസ് അപ്പോഴത്തെ ട്രെൻഡിന് കുറച്ച് ഒരു അതെ. കോയിലൊക്കെ ഉണ്ടാക്കി കുറച്ച് ബിസിനസ് ചെയ്ത് കുറച്ച് കാലം ഉം. കഴിഞ്ഞാൽ ബിസിനസ് ഡൗൺ ആവും. ചിലപ്പോൾ എനിക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ചില സമയത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് പേര് ഐസ്ക്രീം വായിക്കുമ്പോൾ പൊരിച്ചത് മറ്റേ അങ്ങനത്തെ ഓരോ ഐസ്ക്രീം ഡിഷസ് പൊരിച്ചതൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഫ്രൈഡ് ഐസ്ക്രീം പിന്നെ ഉള്ളതാണ്. ആ ഫ്രൈഡ് ഐസ്ക്രീം നമുക്ക് ഉള്ളതാണ്. അതല്ലാതെ ചില പേരുകൾ ഉണ്ടാവും, നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കരമായി തോന്നും. അതെ. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷെഫ് ആയതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഒരാൾ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം നമ്മളൊരു ഇപ്പൊ ഞാനൊരു റെസ്റ്റോറന്റിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ റെസ്റ്റോറൻറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് 2 കോടി ഉണ്ടെന്ന് വെച്ചോ. അത് ആ ഇൻവെസ്റ്റർ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ടാവുക. അതിന് താഴെ 50 പേരുണ്ടെങ്കിൽ ആക്ച്വലി എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കാണുന്നത്, എൻ്റെ ആംഗിളിൽ കാണുന്നത് 50 പേരല്ല, 50 ഫാമിലിയാണ്. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ്സ് പറഞ്ഞ് അതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഐഡിയ കൊണ്ടുവരുന്നവരും ഈ ഇതിൻ്റെ പിന്നാലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരാണ് ഇത് ശ്രദ്ധിക്കുന്നത്, വളരെ എത്തിക്സ് പരമായിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം ആ ഇപ്പം മീഡിയ എല്ലാ രീതിയിലും എല്ലാ ബിസിനസ്സിലും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ അപ്പം ഈ ഫുഡ് ബ്ലോഗേഴ്സ് ആ അതായത് ചിലപ്പോൾ പെയ്ഡ് ആയിട്ട് ചില ഹോട്ടലുകളിൽ പോയിട്ട് നല്ല റിവ്യൂ ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ആളുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് ചില ഹോട്ടലുകളിൽ പോയിട്ട് ഇവിടുത്തെ ഭക്ഷണം വളരെ ഓക്കെ മോശമാണെന്നുള്ള രീതിയിലൊക്കെ പബ്ലിക്കായിട്ട് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം ഓക്കെ ഫിലിം റിവ്യൂവിനെ സംബന്ധിച്ച് വേറൊരു സൈഡിൽ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി. അങ്ങനെ. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ തരത്തിലല്ലേ. അപ്പോൾ മനസ്സിലായി. ഇയാളുടെ ടേസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാലോ. മനസ്സിലായി. അപ്പോൾ ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരു ഹോട്ടലിനെ, ഒരു റെസ്റ്റോറൻറ്റിനെ, അല്ലെങ്കിൽ ഒരു കഫേനെയൊക്കെ പറയുമ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ ശരിക്കും വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ലേ? അത് ബാധിക്കും. അതാ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉം. കാരണം ഫുഡ് ബ്ലോഗറിനെ സംബന്ധിച്ചൊരു കണ്ടന്റ് ആണ്. ഉം. പക്ഷേ ഈ ഇൻവെസ്റ്ററിനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 50 സ്റ്റാഫ് 50 ഫാമിലിയെ സംബന്ധിച്ചിട്ട് അത് അവർക്ക് ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളത് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാനൊരു വ്ളോഗറാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാം. ആദ്യം മാനേജർക്ക് പറയാം. എന്നിട്ട് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് അത് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓണർ നമ്പർ കിട്ടുമോ, അല്ലെങ്കിൽ മാനേജറിന്റെ ഇതിന്റെ മെയിൻ ഇൻചാർജ് ആരാണോ അവർ നമ്പർ കിട്ടുന്നുണ്ട് ഇൻഫോം ചെയ്യാം. ഓക്കെ. മനസ്സിലായോ? കാരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഒരു 100K ഫോളോവേഴ്സ് ചിലപ്പോൾ അതിന് ലൈക്ക് അടിക്കുന്നുണ്ടാവാം അല്ലേ. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു സ്ഥാപനം നശിച്ചു പോവുക ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ഫീഡ്ബാക്സും കാര്യങ്ങളും പറയുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് കൊടുക്കുക, റൈറ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരാരും കഴിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അവരിങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കില്ല അല്ലേ. ചിലപ്പോൾ ഞാൻ കഴിച്ച ഫുഡ് ഞാൻ ഫീഡ്ബാക്ക് പറയുമ്പോൾ ആ ദിവസം മാത്രമേ പ്രശ്നം, മേ ബി അത് ഉണ്ടാക്കുന്ന ഷെഫ് ഉണ്ടാവില്ല. ചിലപ്പം ആ ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫ് ചിലപ്പോൾ മേ ബി അന്ന് ഒരു മനുഷ്യനല്ലേ, അയാൾ AI സിസ്റ്റം അല്ല, മനുഷ്യനാണ് അല്ലേ. ഓക്കെ. അപ്പം ചിലപ്പോൾ മേ ബി ചിലപ്പോൾ ചില വൈഫായിട്ട് അടി ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഓണറായിട്ട് അടി ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടാവും. അതെ. ചിലപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ആ ടേസ്റ്റിനെ ബാധിച്ചെന്ന് വരാം. അതായിരിക്കും റീസൺ. അപ്പം നമ്മൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാതെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ
ഇമ്പാക്റ്റ് പോകുന്നത് ചിലപ്പോൾ എന്താ പറയുക, നിരപരാധിയായ ആളുകൾക്കൊക്കെ ഇത് ചിലപ്പോൾ എത്തുക അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഒരു എല്ലാവരും കൈയടിക്കും, എനിക്ക് മാത്രമേ കൈയടി കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ ഇതിന്റെ ആഘാതം കിട്ടുന്ന കുറേ പേർക്കായിരിക്കും. ഷെഫ്, നമ്മൾ ശരിക്കും സർ ഒരുപാട് കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുടെ വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വന്ന ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അങ്ങനെയുള്ള ഷെഫ്മാരുടെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു ഫുഡ് കൾച്ചറിൽ എത്രത്തോളം മാറ്റാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻസിന്റെ കൾച്ചർ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിടത്തോളം ഭോജനമന്ത്രമൊക്കെ ചൊല്ലിയതിനു ശേഷം ഫുഡിനെ വളരെ റെസ്പെക്ട് ചെയ്ത് ശരിക്കും ഭക്ഷണത്തെ ദൈവമായിട്ട് കാണുന്ന ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ നിന്ന് ഇപ്പം ഫോൺ കളിക്കുകയും ടി വി കാണുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നടത്തുന്ന ഒരു പ്രോസസ്സ് മാത്രമായിട്ട് ഫുഡ് കഴിക്കുന്നതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറിൽ വന്ന ഒരു മാറ്റം ശരിക്കും ആസ് എ ഷെഫ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ശരിക്കും സാർ നോക്കിക്കാണും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുമ്പോൾ, നമ്മൾ റെസ്പെക്റ്റിനെ പറ്റി പറയുമ്പോൾ ഫുഡിനെ മാത്രമല്ല നമ്മൾ എല്ലാത്തിനും റെസ്പെക്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങളും റെസ്പെക്ട് ചെയ്യണം. നമ്മളിപ്പോൾ മനുഷ്യന്മാരായാലും മറ്റുള്ള എന്തിനായാലും, ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന വാഹനമായാലും റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഞാൻ. അപ്പൊ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ അമ്പലങ്ങളിലൊന്നും എപ്പോഴും പോകാത്ത ഒരാളാണ്. അപ്പൊ എൻ്റെ അടുത്തൊക്കെ തമാശക്ക് ചോദിക്കുമ്പോൾ പറയും, നിങ്ങളിങ്ങ് പോകുന്നു, നിങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടുന്നില്ല, എപ്പോഴും ഇവിടെയാണല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അതായത് എപ്പോഴും പറയുന്ന സെന്റൻസ് ഉണ്ട്, മൈ കിച്ചൺ ഈസ് മൈ ടെമ്പിൾ എന്ന് പറയും. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കിച്ചനെ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിനെ ഞാൻ ഒരു അമ്പലം പോലെ നമ്മൾ കാണുന്നു. അതിനർത്ഥം ആ അമ്പലമാണെന്നല്ല, റെസ്പെക്ട് ചെയ്യുന്നു, അത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതാണ് അതിനർത്ഥം. അപ്പോൾ അത് മസ്റ്റായിട്ട് അത് റെസ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ ഇപ്പോൾ മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇങ്ങനെ ഭോജന മന്ത്രമൊക്കെ ചൊല്ലിയിട്ടൊക്കെ കഴിക്കുന്നുണ്ടാവും. അതൊക്കെ നല്ല ശീലം, അതൊക്കെ ഓരോ കൾച്ചറിന്റെ ഭാഗങ്ങളാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടാവാം, വിശ്വസിക്കാത്തവരുണ്ടാവാം. പക്ഷെ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പോലീസ് പിടിക്കാനൊന്നും ഇല്ല. ചെയ്യുന്നൊക്കെ നല്ല കാര്യം, അവരവരുടെ കൾച്ചർ ഭംഗിയെ കൊണ്ടുപോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഫോണിൽ കളിച്ചിട്ട് അതുപോലെ തന്നെ ടി വി കണ്ടിട്ട് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എതിരെ ഞാൻ പറയുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഞാൻ പലരോടും ഇപ്പോൾ എൻ്റെ ഗസ്റ്റിനോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ആസ്വദിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുക്കിംഗ് ഈസ് എൻ ആർട്ട് എന്ന് പറയും അല്ലേ. പക്ഷെ എന്നോട് ചോദിച്ച കുക്കിംഗ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതേ ഇമ്പോർട്ടൻസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ഒരു വേറൊരു ടൈപ്പ് ആർട്ടാണ്. ഈറ്റിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട്. മനസ്സിലായോ? അപ്പം ഞാൻ പല കോഫി ഷോപ്പിൽ പോകുമ്പോഴും എൻ്റെ റെസ്റ്റോറൻറ്റിലാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിൽ ഞാൻ കാണാറുണ്ട്, ഈ ക്യാപ്പിച്ചിനോ അല്ലേ, മുമ്പിൽ വരുമ്പോൾ സ്പൂൺ ഇട്ടിട്ട് രണ്ടാൾക്ക് അതല്ല ക്യാപ്പിച്ചിനോ കഴിക്കുക. അതാണ് നമ്മൾ അത് പ്രോപ്പർ നമ്മൾ അത് ഷെഫ്മാരോ അല്ലെങ്കിൽ മാനേജേഴ്സോ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഇന്ററാക്ഷൻ പ്രോപ്പറായി നടക്കാത്തതിന്റെ പ്രശ്നമാണത്. കാരണം അത് പ്രോപ്പറായി ചെയ്യണമെങ്കിൽ അവർക്ക് അറിയും, അത് എഡ്യൂക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് അല്ലേ. അപ്പം അങ്ങനെ ഇളക്കും. പക്ഷെ അങ്ങനെയല്ല കൂടി, അതാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണം കഴിക്കുന്ന ഒരു ആർട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് താഴെ ഒരു ലിക്വിഡ് ഫോം ഉണ്ടാവും, മുകളിലുള്ള ഫ്രോത്ത് ഉണ്ടാവും. അത് രണ്ടും നമ്മൾ പ്രോപ്പറായി ഫോൾഡ് ചെയ്ത് ക്രീമി ആയിട്ട് ഇങ്ങനെ കുടിക്കണം. അതാണ് ക്യാപ്പിച്ചിനോ എന്നുള്ളത്. അതിന് ടെമ്പറേച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. ടെമ്പറേച്ചർ എല്ലാം ഉണ്ട്. നമ്മൾ ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ അമേരിക്കാനോ ഒക്കെ മേടിച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്താൽ ആ ഗസ്റ്റിന് അറിയുള്ളൂ ഇത് എങ്ങനെ കുടിക്കേണ്ടത്, ഏത് ടെമ്പറേച്ചർ കുടിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ എസ്പ്രസോ ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 3 സെക്കൻഡിൽ കുടിക്കും ഞാൻ. 2 ബൈറ്റിൽ പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? 2 സിപ്പ് അത്രേ ഉള്ളൂ. ഇത് ഞാൻ നോക്കുന്ന ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ, നമ്മൾ കുറ്റം പറയുന്നതല്ല, അത് ഞാൻ പറഞ്ഞത് അറിവില്ലാത്തതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ കുറേ നേരമൊക്കെ എസ്പ്രസോ വെച്ചിട്ട് മേ ബി 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിലൊക്കെ തീർക്കുന്ന ആൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല എസ്പ്രസോ കൊടുക്കുന്ന രീതി. അപ്പോൾ അതുപോലെ ഓരോന്നും, ഇപ്പോൾ നമ്മളൊരു സ്റ്റീക്ക് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ പാസ്ത കഴിക്കുന്ന സമയത്ത്, ഒരു ബർഗർ കഴിക്കുന്ന സമയത്ത്, ബർഗറൊക്കെ ചിലപ്പോൾ പറയും 1/4 ഒക്കെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ ബർഗറിന്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു. അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് 2 സൈഡ് മസിൽസ് ചെറിയൊരു പെയിൻ വരുന്നു, അങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ അതിനൊരു ഫീല്. കാരണം എന്താ പറഞ്ഞാൽ, ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ ബർഗർ ബൺ ഉണ്ടാവും അല്ലേ, നമ്മൾ സ്പ്രെഡ് കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ രീതി ഞാൻ മയണൈസ് കെച്ചപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല, ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാറില്ല, വനസ്പതി പ്രൊമോട്ട് ചെയ്യാറില്ല, ബട്ടർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ സെൻട്രൽ കിച്ചനൊക്കെ എൻ്റെ പ്രൊഡക്ട്സിന് കോസ്റ്റ് എപ്പോഴും കൂടുതലാണ്. കാരണം ഞാൻ ബട്ടർ വിട്ടിട്ടൊരു കളി കളിക്കില്ല, പിന്നെ വനസ്പതി പോലെ ഒരു സംഭവം ഉപയോഗിക്കില്ല. കാരണം നമുക്കൊരു അങ്ങനെയുള്ള അത് എൻ്റെ എത്തിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല എന്ന് എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ ചില സോസുകൾ ഉണ്ടാവും. ബർഗർ ഉണ്ടെങ്കിൽ ബർഗർ ഉണ്ടാക്കി മേ ബി കേപ്പറിൻ്റെയോ അല്ലെങ്കിൽ വേറെ വല്ല ബ്ലാക്ക് ഗാർലിക്കിൻ്റെ ഒക്കെ സ്പ്രെഡുകൾ ഉണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല മീറ്റിന്റെ പാറ്റി വെക്കും.
പിന്നെ ചീസ് വെക്കും. ചീസൊക്കെ ഞാൻ സ്ലൈസ് ചീസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ. ഇമ്പോർട്ടഡ് ചീസൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ ചെദാർ ചീസോ ഗൗഡ ചീസോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ബർഗർ കൊടുക്കുന്ന സമയത്ത് അതിലൊരു ഞാൻ ഫ്ലേവർ കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. ഓക്കെ. സ്പ്രെഡിൻ്റെ ടേസ്റ്റ്, ബ്രെഡിൻ്റെ ടേസ്റ്റ്, പാറ്റിയുടെ ടേസ്റ്റ്, ചീസിൻ്റെ ടേസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സ്പെഷ്യൽ സോസും ഉണ്ടാവും. ഹോം മെയ്ഡ് ചെയ്ത് അത് മേ ബി വെജിറ്റബിൾ ബേസ് സോസ് ആയിരിക്കും മാക്സിമം ഞാൻ ഉപയോഗിക്കുന്ന സോസ്. അപ്പം ഇതൊരു കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കുള്ള ബർഗറിൻ്റെ ഫീൽ കിട്ടുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്താകുമ്പോൾ സമയത്ത് ഇതിൻ്റെ ഈ ഫ്ലേവർ കംപ്ലീറ്റ് മാറിപ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ കഴിക്കാനാ പറയാ പെയിൻ അനുഭവിച്ച് തന്നെ കഴിക്കണം. അങ്ങനെ കഴിക്കാൻ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രസന്റ് ചെയ്ത് മുന്നിൽ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ മൊത്തം ഇങ്ങനെ 3-4 പീസൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു ഭംഗി പോകും. നമുക്ക് തന്നെ അയ്യോ എന്റെ ഭക്ഷണത്തിന് കൊല്ലുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ. ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ചില ഫുഡ് ഭംഗിയിൽ നമുക്ക് റേറ്റിംഗ് ചെയ്തുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ തന്നെ ആ കാണാം. ഞാൻ കുറേ നേരം നോക്കിയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല. ഓക്കെ. അത്ര ഭംഗിയിലൊക്കെ ഒരു പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പം ഈ അതിന് പ്രസന്റേഷൻ സ്റ്റൈൽ ഇത്ര അടിപൊളിയാവുന്നുണ്ടല്ലോ. നമ്മള് ഈ ഫോട്ടോ എടുത്തിടുന്ന ഒരു കൾച്ചർ എനിക്ക് അതെ, തോന്നുന്നു അത് കഫേസിന് ശേഷമാണ് അത്. ഇപ്പൊ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതലും ആ photo ഒരു എടുത്ത് ബ്യൂട്ടി, അതെ അതെ അതിന്റെ ബ്യൂട്ടി കൊണ്ടായിരിക്കണം അത്. പക്ഷെ അധികം ആളുകൾ അത് ഫോട്ടോ എടുത്തിട്ട് അതെ 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 പണ്ട് അത്ര ഉണ്ടായിരുന്നില്ല. ഇത്രയും ഒരു പ്ലേറ്റിംഗ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ് വരെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു. ഇപ്പൊ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1200 റുപ്പീസ് 1600 റുപ്പീസ് ഒരു പ്ലേറ്റിന് റേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ പല കമ്പനികൾ ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ ഇപ്പോൾ ഗുജറാത്തോ മൈസൂരോ ബാംഗ്ലൂരൊക്കെ ചെന്ന് ഇതിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് സ്ഥലങ്ങളുണ്ടാവല്ലോ, അവിടെ ചെന്ന് അവർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ ഡിസൈൻ പറയും, എനിക്ക് ഇന്ന ഡിസൈൻ ഇന്ന കളർ വേണം, അങ്ങനെ കൊണ്ടുവരും. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പി കൾച്ചർ എന്തായാലും ഉണ്ട്. അപ്പം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഞാൻ ഉപയോഗിക്കുന്ന ക്രോക്കറീസ് കോപ്പി ചെയ്യാൻ കുറേ സമയം എടുക്കും. കാരണം ഇവർക്ക് അറിയില്ല ഞാൻ ഇവിടുന്ന് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അത്രയും സമയം നമ്മള് ബ്രാൻഡ് unique ആയിട്ട് അതെ 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 ബ്രാൻഡിനെ മേടിച്ചു കഴിഞ്ഞാൽ ഇന്ന ബ്രാൻഡ് ഇങ്ങനെ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ ബ്രാൻഡ് അറിയാം, പെട്ടെന്ന് മേടിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെന്നിട്ട് മേടിച്ചിട്ട് വരും. പക്ഷെ ഇതൊക്കെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഭാഗമാണ്. അപ്പൊ ഇതിനൊക്കെ എന്റെ ഓണേഴ്സ് ഇപ്പൊ കോഫി ക്രീമിന്റെ ഇവർ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ എടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ ആട്ടോ അല്ലെങ്കിൽ ഞാൻ മൈസൂർ ആട്ടോ, ഞാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കും. തെരഞ്ഞ് ഞാൻ ഓരോന്ന് കണ്ടെത്തിയിട്ട് വരും. ഈ സംഭവം അവിടെ ഉണ്ട്, ഞാൻ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു 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 ഐറ്റം അല്ലെങ്കിൽ ഒരു ഡിഷ് അതിന്റെ യുണീക് രീതിയിൽ തന്നെ ഇവിടെ സെർവ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് ഒരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനല്ല, ഡിഷിന്റെ അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ക്രോക്കറി ഉണ്ടല്ലോ, പ്ലേറ്റ്സ് നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ പറഞ്ഞത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കോപ്പിങ് ചെയ്യും. കോപ്പിങ് എന്തായാലും ചെയ്യും. കോപ്പിങ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പം ഞാനൊരു ഡെസേർട്ട് ചെയ്തു, അതേപോലെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ചില പല ഓണേഴ്സും വിചാരിക്കും അയ്യോ ചെയ്യാൻ പാടില്ല വിചാരിക്കും. ഞാൻ അതിലെനിക്ക് ടെൻഷനില്ല. അപ്പോൾ റെസിപ്പി ഔട്ടാവുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ കുഴപ്പമില്ല, നിങ്ങളത് ചെയ്ത് ഞാൻ വേറെ ചെയ്യും. അപ്പം ഞാൻ ചിന്തിക്കും വാട്ട് നെക്സ്റ്റ് എന്ന്. അപ്പോഴേ അവിടെ പുതിയ ഇന്നോവേഷൻ വരുള്ളൂ, ക്രിയേറ്റിവിറ്റി വരുള്ളൂ. അപ്പോൾ അത് കോപ്പിങ് എന്തായാലും സംഭവിക്കും. കാരണം ഇപ്പോൾ ഒന്നും നമുക്ക് പണ്ടൊക്കെ കുറേ ഹൈഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാം, ഇപ്പോൾ ഗൂഗിൾ തിരഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എല്ലാം, ഇപ്പോൾ ChatGPT എല്ലാം കിട്ടും. അപ്പൊ ഞാൻ എത്ര ഹൈഡ് ചെയ്യാം? ഹൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പരിധിയുണ്ട്. അപ്പൊ അങ്ങനത്തെ അതൊക്കെ ഒരു ഓൾഡ് സ്കൂൾ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു ന്യൂജൻ കോൺസെപ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഓപ്പൺ ആവുക. പിന്നെ എന്റെ സ്കില്ല് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ. ചിലപ്പോൾ ഞാനൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതേ പ്രസന്റേഷനിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇപ്പൊ ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ കോപ്പി ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് പോവാം. സാർ ഇപ്പൊ പറഞ്ഞില്ലേ സാറിന് സ്കില്ല് ശരിക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ കൈപുണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ സാർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? കൈപുണ്യം എല്ലാവരും പറയും. ഞാൻ കൈപുണ്യത്തിനേക്കാളും പറയുന്നത് നിങ്ങളത് ആ ഒരു സ്നേഹത്തോടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കിച്ചണിലെ ഷെഫ്മാർക്ക് പറയുന്നത് ഒരു കൂടുതലും ആൺകുട്ടികളായിരിക്കും ഷെഫ്മാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ 2 പേരും ഉണ്ടാവും, 2 ജെൻഡറും ഉണ്ടാവും. ഇവിടെ കൂടുതലും ആൺകുട്ടികളുണ്ടാവും. അപ്പം ഞാൻ പറയും ഓരോ ഫുഡ് പോകുമ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനാണ് പോകുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്കാ പോണ, അച്ഛനാ പോണ, അങ്ങനെ വേണം, അങ്ങനെ വിചാരിച്ചു വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ചില സമയത്തൊക്കെ പറയും, ചിലത് ഇപ്പോൾ ചില സെലിബ്രിറ്റീസ് കയറുമ്പോൾ നന്നായിട്ടുണ്ട് ഷെഫ് തന്നെ ഇട്ടിരിക്കുന്നു ചോദിക്കും. ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഇന്നതൊക്കെ ഉള്ളൂ, ഒരു എക്സ്ട്രാ സാധനം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരെന്താ ചോദിക്കുക, അപ്പം ഞാനത് ലവ്വെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മളാ സ്നേഹം. ഞാൻ വിശ്വസിക്കുന്ന ആ കൈപുണ്യം എന്ന് പറഞ്ഞത് കയ്യിലുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന കയ്യിലല്ല അപ്പോൾ കൈപുണ്യം ഉള്ളത്, അത് ഇവിടെ ഉള്ളത്. നമ്മുടെ മനസ്സുണ്ടല്ലോ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുക. അതല്ലാതെ ഒരു ജോലി ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ കുക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ബേക്കിംഗ് ആണെങ്കിൽ ബേക്ക് ചെയ്യാതെ, നമ്മൾ വളരെ
ഇഷ്ടത്തോടു കൂടി ചെയ്യാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫുഡും ആര് ചെയ്താലും ടേസ്റ്റാവും. നമുക്ക് ശരിക്കും ട്രെയിൻ ചെയ്ത് ഈ ഒരു സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റുമല്ലോ. എന്താ ആ. മീൻസ് ഇപ്പം സ്നേഹത്തോടെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ആ. പോലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് ഇപ്പം കുറെ ഷെഫ് ഉണ്ടാവുക. ഒരു ഗ്രൂപ്പ് ഓഫ് മനസ്സിലായി. ഷെഫ്സ് ആയിരിക്കും ഒരു ഇതിലുണ്ടാവുക. ഈ ഒരു സംഭവത്തിനെ AI ശരിക്കും റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ലേ? ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു AIന്റെ ഷെഫ്സ്. ഉം. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ട്. മനസ്സിലായി. നമ്മളൊരു റെസിപ്പി സെലക്ട് ചെയ്ത് കഴിയുന്നു, ബട്ടർ ചിക്കൻ ആക്കി ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നു, ഉം. ഫുഡ് റെഡി ആയി വരുന്നു. ഈ ഒരു AI ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് എൻ്റെ മാത്രം വിശ്വാസം കേട്ടോ. ഓക്കെ. മേ ബി പലർക്കും പല ഷെഫുമാർക്കും ഉം. പല എക്സ്പേർട്സിനും പല രീതിയിലുള്ള ഒപ്പീനിയൻസിലുണ്ടാവും. അപ്പോൾ ഞാൻ ഉം. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വൈറലായി പോകുമെന്ന് എനിക്കറിയില്ല. ഉം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 2035 ആകുമ്പോഴേക്കും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ലോകത്ത് നിന്ന് സംഭവിക്കണമെന്ന്. ഒരു 99% ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയും AI അണ്ടറിലാവുന്നുള്ള ഉറപ്പാണ്. ഉം. ഓക്കെ. എക്സെപ്റ്റ് ദിസ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഉം. അപ്പോൾ നമുക്ക് ഒരു ഡോക്ടറുടെ ആ ഒരു സ്കില്ലും അതല്ലെങ്കിൽ ഒരു ഷെഫിൻ്റെ സ്കില്ലും ഇതൊക്കെ AIക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചൊക്കെ ചെയ്യാം, റെസിപ്പി പ്രകാരം ചെയ്യാം. പക്ഷെ ഞാൻ ഉം. പറഞ്ഞല്ലോ, AIക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനം ഇടാൻ പറ്റില്ല. ശരിയല്ലേ? ഓക്കെ. ഈ ഒരു ഡോക്ടർക്ക് കൈപ്പുണ്യം എന്ന് പറയില്ലേ, നമ്മുടെ ഡോക്ടറുടെ പാഷനാണ്. ആ പാഷനും ഒരു പുള്ളി ആ ഒരു എന്താ പറയുക, ഒരു പേഷ്യൻറ്റിനെ ചെയ്യുമ്പോഴുള്ള പുള്ളിയുടെ ഒരു സ്നേഹത്തോടുള്ള ഇടപെടലുകളുണ്ടല്ലോ. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെയും കൊണ്ടുപോകുമ്പോൾ ചില ഡോക്ടേഴ്സ് ഇടപെടുന്ന രീതി ഉണ്ടല്ലോ. അതെ. എന്ത് പറ്റി അമ്മേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉം. അല്ലേ? ഉം. അത് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ പകുതി പകുതി അസുഖം അസുഖം മാറും. മാറും. ശരിയല്ലേ? അവർ കൊടുക്കുന്ന അവരുടെ ആ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ആ ലവാണ്, ആ പറഞ്ഞ സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്, കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അല്ല വിശ്വസിക്കുന്നത്, ഇവിടെ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക, വളരെ ട്രൂ ആയിട്ടുള്ള ലവ് ഉണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളത് അത് AIക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് എനിക്ക് ഇവിടെ ഒരു മനോരമയിലൊരു ഇതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മനോരമയുടെ ഓഫീസിലെ പരിപാടിയിൽ. അതായത് 2035 ആകുമ്പോഴേക്കും മിക്കവാറും ഷെഫുമാർക്ക് ഒരു ഡോക്ടറിൻ്റെ പവറാവും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയും AI കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ആ സമയത്ത് പിടിച്ചു നിൽക്കുന്ന ചിലപ്പോൾ ഡോക്ടേഴ്സും ഈ ഷെഫുമാരൊക്കെ ഷെഫ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അതെ, അതെ. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിശ്വാസം കേട്ടോ. ഇത് എത്രത്തോളം ശരിയെന്ന് അറിയില്ല. ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ മാത്രം അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പം പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന, ഇപ്പം ഷെഫായിട്ട് തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് അതായത് വർക്കിംഗ് അവേഴ്സ് കൂടുതലുണ്ട്. അവർക്ക് മേ ബി അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവാം. ഓക്കെ. എന്നാൽ പോലും ഇതിൽ നിൽക്കുമ്പോൾ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ചലഞ്ച് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കുറവാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്ന് ഉള്ളൊരു മനസ്സിലായി. ഫീഡ്ബാക്ക് ഉണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതിനോട് എങ്ങനെയാ ഷെഫ് റിയാക്ട് ചെയ്യുന്നത്? ലൈക്ക് ഇത് പറഞ്ഞില്ലേ, ഇതൊരു ഈ ജോബ് എന്ന് പറയുന്നത് ചോയ്സ് ആണ്. എല്ലാ ജോലിയും അല്ലേ, അതെ. നമുക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഉം. ആരും നമ്മളെ കൺട്രോൾ ചെയ്യണമെന്നൊന്നുമില്ല അല്ലേ. അതെ. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണ് ഉം. അല്ലേ. ഉം. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് നേഴ്സിനെയാണ് അല്ലേ. അതെ. ആ നേഴ്സ് ചെയ്യുന്ന ജോലി ആർക്കും ചെയ്യാൻ പറ്റില്ല. ഉം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് അവിടെ ക്ലീനിങ്ങിൽ വർക്ക് ചെയ്യുന്നവനാണ്, ആ പോട്ട് വാഷ് ചെയ്യുന്നവനാണ്. കാരണം അവൻ ചെയ്യുന്ന ജോലി എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ ജോലി ആരാ ചെയ്യുക അതെ. അല്ലേ. ഇപ്പോൾ നമ്മളിത് കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെഫിൻ്റെ ജോലി ചെയ്യാതിരുന്നാൽ എല്ലാവർക്കും ഭക്ഷണം എങ്ങനെ കിട്ടുക അല്ലേ. ഫുഡ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. Yes. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാനൊക്കെ ഒരു 21ാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ ന്യൂ ഇയർ കഴിഞ്ഞു പോയത്. ഞാൻ 21 വർഷമായിട്ട് ഞാൻ റേഡിയോ ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ചു ഷെഫിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അതായത് 25ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ 21ാമത്തെ വർഷമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല. ഞാൻ ആഘോഷിച്ചില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മ അല്ലേ, വീട്ടിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അമ്മ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും മുടങ്ങില്ല തീർച്ചയായിട്ടും. അല്ലേ. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നൊരു ഭയങ്കര ബാധ്യതയായിരിക്കും, ഭയങ്കര കനമായിട്ട് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് രാവിലെ 8 മണിക്ക് വന്നിട്ട് രാത്രി 10 മണിക്ക് 11 മണിക്ക് പോയി കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. പക്ഷെ രാവിലെ ഒരു 11 മണിക്ക് വന്നിട്ട് വൈകിട്ട് 6 മണിക്ക് പോയാൽ ഐ എം ഫീലിംഗ് വെരി റിഗ്രറ്റ്, ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യും എനിക്ക്. അയ്യോ എന്തോ കുറ്റബോധം പോലെ, ഞാൻ എന്തോ മിസ്റ്റേക്ക് പോലെ, മനസ്സിലായോ.
അപ്പോൾ അത് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയോടുള്ള ഇഷ്ടവും ഉം. ഒരു റെസ്പെക്റ്റും ഉം. ഒക്കെയാണത്. അത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് പറഞ്ഞാൽ മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഉം. ഇപ്പോൾ ഈ ഒരു കോഫി ഷോപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ചില പല ഓണേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവർ പറയുന്നത് ആദ്യം ചോദിക്കും, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കണ്ടിട്ടാണ് വരുന്നത് ചോദിക്കും. ഓക്കെ. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഈ ഒരു യുഗം ആയതുകൊണ്ട് ആ. എല്ലാവരും ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഏതൊരു ജഗതിയുടെ ഒരു ഇതുണ്ടല്ലോ, ജഗതി ഒരു മോട്ടിവേഷൻ വായിച്ചിട്ട് ഉം. ഒരാളെ അടിക്കാൻ ആഹാ, പോകും. അതെ. എന്നിട്ട് അല്ലെങ്കിൽ പറയും, ഇന്ന് വേണ്ട അല്ലെങ്കിൽ നാളെ. ഇന്ന് വേണ്ട നാളെ മതി എന്ന് അതെ പറയും. അതെ അതെ. അപ്പോൾ അതുപോലെയാണ് മിക്കവാറും വരിക. ഉം. ഇതേപോലെ ഈ എനിക്കൊരു 6 മാസം ഇടയ്ക്ക് എന്നെ അറിയുന്ന എൻ്റെ ഗസ്റ്റിൻ്റെ ഉം. സിസ്റ്റേഴ്സ് രണ്ടുപേരും സിസ്റ്റേഴ്സ് ഉം. രണ്ടുപേരും വന്നു എൻ്റെ അടുത്ത്. ഉം. വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കൊണ്ടുവന്ന് ഞാൻ അഭിപ്രായം ഉം. പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പം അതിലൊരാൾ ഓക്കെ, ഒരാൾ പിന്മാറി. ഉം. ഉം. അതെന്താന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിരിക്കുന്നത് വളരെ സിൻസിയർ ആയിട്ടാണ്. ഉം. വേറൊരാൾ വന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും കണ്ടിട്ടാണ്. ഉം. അപ്പോൾ ഉം. പുള്ളിയുടെ വിചാരം എന്താ അറിയോ, ഇത് ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഷെഫ് വിനോദിനെ കാണുന്നു അല്ലേ. ഉം. ഉം. നിങ്ങൾ ഷെഫ് വിനോദ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടില്ലെങ്കിലും ചെറിയൊരു സക്സസ്സിന് നിങ്ങൾ കാണുന്നത്. ഉം. ഉം. എൻ്റെ പിന്നാലെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഉം. ഞാനിപ്പോൾ 20 വർഷം ആയി. ഉം. അതിൽ ശരിക്കും ആദ്യത്തെ 5 വർഷമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 10 ഉം. വർഷമൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഉം. അപ്പോൾ ശരിക്കും നമുക്ക് ശരിക്കും നല്ല ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡം ഒക്കെ കിട്ടാൻ മേ ബി ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ ഓക്കെ. ഉം. അല്ലേ. അപ്പം പുറത്ത് നമ്മൾ നല്ല സാലറി വാങ്ങണമെങ്കിൽ നമുക്ക് പല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അവിടെ പല ഉം. കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ വന്ന ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഉം. തുടങ്ങിയത്. ഉം. അപ്പോൾ അതുപോലെയാണത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ക്ഷമയോടെ ഉം. വെയിറ്റ് ചെയ്യണം. അപ്പോൾ പേഷ്യൻസ് എന്താ ഒരു ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്. ഉം. അതായത് നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കല്ലിന് വരെ ഉം. ഉം. കടിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറയും. ഉം. ഉം. പക്ഷെ ക്ഷമയുണ്ടെങ്കിൽ ഉം. നമുക്ക് കല്ല് വരെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. ഉം. പക്ഷെ ക്ഷമ വേണം. ഉം. അതായത് കല്ല് വരെ സോറി കേട്ടോ, കല്ല് വരെ വേവെന്ന് പറഞ്ഞു, വേവിച്ച് കഴിക്കാന്ന് പറയുന്നത്. വേവിച്ച്. അതെ. ഓക്കെ. ക്ഷമയുണ്ടെങ്കിൽ. അപ്പം ചലഞ്ചസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു ഷെഫായ സമയത്ത് സാറിനുണ്ടായ ബെനിഫിറ്റിനെ പറ്റി കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇപ്പം ഷെഫ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഷെഫ് ലൈനെ പോലെ ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ സാൾട്ട് പേനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഷെഫിനെ ഒരു ബ്രാൻഡാക്കി കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഷെഫ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് സാറിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ. സാറിന് അല്ലെങ്കിൽ ഈ ഒരു ഷെഫ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഞാൻ പേഴ്സണലി ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഓക്കെ. അതിൽ നമുക്ക് നമ്മുടെ വെൽവിഷേഴ്സ് ഇങ്ങനെ പറയണം, ഷെഫ് സോഷ്യൽ മീഡിയക്ക് വരണം, നിങ്ങളുടെ ഫുഡൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾ വന്നേ മതിയാവുള്ളൂ, ഇത് കാണിക്കണം ആൾക്കാർ, നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോകരുത് എന്ന് പറയും. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയക്ക്. അപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് കിട്ടിയ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. നമുക്ക് കിട്ടുന്ന അത് ഫോളോവേഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫോളോവേഴ്സിന് അതിൻ്റെ അപ്പുറത്ത് എത്രയോ ഇരട്ടി എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. ഞാൻ പോലും പ്രതീക്ഷിച്ചു ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ടെന്ന്. ചിലപ്പോൾ ഒരു സ്റ്റോറി വ്യൂസ് ഒക്കെ ഒരു മോർ ദാൻ 10,000 10,200 വരെയൊക്കെ പോകും. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോവും, ഇത്രയും സ്റ്റോറി വ്യൂസോ. അപ്പോൾ ആൾക്കാർ എൻ്റെ സ്റ്റോറി അത്രയും എക്സ്പെക്ട് ചെയ്യില്ല, ഈ ഫുഡ് സ്പോട്ട് കാര്യം ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെഫായി എന്നുള്ള രീതിയിൽ എനിക്ക് ബേസിക്കലി ഒരു അച്ചീവ്മെന്റ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ, ഭയങ്കര പ്രൗഡായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നല്ലൊരു ഷെഫാവുകയാണ്. നല്ല ഷെഫായി മാത്രം പോരാ കേട്ടോ, നമുക്ക് നല്ല ബിഹേവിയർ വേണം. ഒരു നല്ലൊരു ഷെഫാവാണ് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു മാനേജർ ആയിരിക്കണം അല്ലേ, നല്ലൊരു കോസ്റ്റ് കൺട്രോൾ ആയിരിക്കണം, നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ഫിനാൻസ് കൺട്രോൾ ആയിരിക്കണം, കുറേ കാര്യങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഒക്കെ. ഇതും കൂടി ഉണ്ടെങ്കിൽ, ബിഹേവിയർ ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നല്ല ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആക്സസ് വേറെ എത്ര പേർക്ക് കിട്ടുന്ന എനിക്കറിയില്ല. ഇപ്പോൾ നല്ലൊരു ഷെഫാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം ലീഡിങ് ഷെഫ്മാർ അല്ലേ, എനിക്കടക്കം ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ സ്വപ്നം കാണാറുണ്ട്. നമുക്ക് പല സെലിബ്രിറ്റീസിൻ്റെ വീടുകൾക്ക് പോലും വലിയ വലിയ ബിസിനസ്സുകാർ, ലീഡിങ് ആർക്കിടെക്ട്സ്, ഡോക്ടേഴ്സ്, വലിയ ബിസിനസ്സുകാർ ഒക്കെ നമുക്ക് ആക്സസ് ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ഈ ഷെഫ് എന്ന ജോലിക്ക് ഇപ്പോൾ കിട്ടുന്ന ആക്സെപ്റ്റൻസും എന്താ പറയുക മാർക്കറ്റിലുള്ള വാല്യൂവും കൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ എല്ലാ ഷെഫ്മാരും കിട്ടില്ല. അപ്പോൾ ചിലർ വിചാരിക്കാൻ തന്നെ എനിക്ക് കിട്ടാത്തത്. എനിക്ക് കിട്ടുന്ന ഈ കുറെ ക്രൈറ്റീരിയാസ് നമ്മളിത് കറക്റ്റ് ചെയ്ത് വെക്കണം, എന്നാലത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഈ ചൈനീസ് പ്രോവർബ് പറഞ്ഞല്ലേ, അതുപോലെ ഒരു എന്താ പറയുക ക്ഷമയുണ്ടെങ്കിലാണ് ഒരു കല്ലൊക്കെ വേവിച്ച് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നാൽ എല്ലാം പോസിബിൾ ആണ്. പക്ഷെ നമ്മളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇപ്പം എനിക്കിപ്പോൾ കിട്ടുന്ന ചില സംഭവങ്ങളും അതല്ലാതെ ഇപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി എന്താ പറയുക പോപ്പുലറായ വേറെ ഷെഫ്മാരുണ്ട്, അവർക്ക് ഒരുപാട് ആക്സസ് കിട്ടുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും കിട്ടും. പക്ഷെ എല്ലാവരും വെയിറ്റ് ചെയ്യണം, ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ
വെയിറ്റ് ചെയ്താൽ മതിയാവും. നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു ചൊല്ലുണ്ട്, അത് സാറ് അറിയാമെന്നറിയില്ല. നമ്മൾ നല്ല രസം ഉണ്ടാക്കുന്ന ആളാണ് നല്ല പാചകക്കാരൻ എന്ന് ആ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഒരു ഷെഫിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഷെഫിന്റെ വാല്യൂ അളക്കുന്ന സമയത്ത്, ഇയാളൊരു നല്ല ഷെഫാണെന്ന് അതായത് ഷെഫാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒരു സെപ്പറേറ്റ് ഡിഷസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഒരു യുണീക്ക് ഡിഷ് ഉണ്ടോ? ഉം, അങ്ങനെ ഡിഷിൽ ഞാൻ അങ്ങനെ ചെയ്യല്ല. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബേഡ്സിലൊക്കെ ആണെങ്കിൽ എനിക്കറിയാം എന്താണ് ഇന്റർനാഷണൽ ബേഡ്സിലാണെങ്കിൽ ഇപ്പോൾ പൊതുവെ എന്താ പറയുക, ആദ്യം ഫസ്റ്റ് നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഉം. ഫസ്റ്റ് ഒരു അവരായിട്ടൊരു മീറ്റ് ചെയ്യുമല്ലോ. ഉം. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ അറിയും. നമ്മൾ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാലും അവരുടെ പേഷൻ നമുക്ക് ഏകദേശം അറിയുമ്പോൾ എത്രത്തോളം ഇൻഡസ്ട്രി ഇഷ്ടമുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അറിയും. പിന്നെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, കമ്മ്യൂണിക്കേഷനിൽ തന്നെ മനസ്സിലാവും. ടെക്നിക്കലായ ചില വേർഡ്സ് ഞാൻ ഉപയോഗിക്കുമ്പോഴോ ടെക്നിക്കലായ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്കൊരു 50% ഒരു അറിയും, അവർ ഓക്കെയാണ് തോന്നും. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ബ്രെഡ്സിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ബക്കറ്റ് ഞാൻ ഡോ അടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ ഉള്ള ബക്കറ്റിന്റെ റെസിപ്പി ഒക്കെ ഇടും. അതായത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് വെള്ളം പോലെ ഉണ്ടാവും, ഓക്കെ. അതിന്റെ ഡോ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും. അത് അവൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നല്ലൊരു ബേക്കറാണ്. ഓക്കെ. അതുപോലെ എല്ലാ ഏരിയയിലും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു ബീഫ് സ്റ്റീക്ക് ഒക്കെ നന്നായി കുക്ക് ചെയ്യാൻ മറ്റുള്ളവർ കുക്ക് ചെയ്യും. അതായത് അതിന്റെ ആ ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ, അത് കേക്ക് ഉണ്ടാക്കുന്ന മീഡിയം പറഞ്ഞാൽ കുറച്ച് റയർ ഡിഫിക്കൽട്ട് കാര്യങ്ങൾ. ആണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് അതുപോലെ കുറേ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിലും സ്കില്ല് വേണം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ഏതാണോ ടാസ്ക് ഫീൽ ചെയ്യുന്ന ആ സംഭവം കൂടെ കൊടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഫ്രഞ്ച് പേസ്ട്രിയിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഫ്രഞ്ച് പേസ്റ്റിന് ഗ്ലേസ് ഉള്ള ഐറ്റംസ് അല്ലെങ്കിൽ കൊക്കോ ബട്ടർ സ്പ്രേ അതൊക്കെ നമ്മൾ ചെയ്യാൻ പറയുന്ന സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സ്കില്ല് ഏകദേശം നമുക്കത് മനസ്സിലാവും. അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുക. നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ്. അങ്ങനെ നമ്മൾ ചിലത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു സ്വീറ്റ്സിന് സെക്ഷൻ, ഈ മൈസൂർ പാക്ക് എന്നൊരു സംഭവം ഉണ്ട്. ആ മൈസൂർ പാക്ക് എല്ലാവരും ചെയ്ത് ശരിയാവില്ല, അത്രയും സ്കില്ലുള്ളവൻ ചെയ്താൽ ശരിയാവുള്ളൂ. ആ മൈസൂർ പാക്ക് നന്നാച്ചിട്ട് ബാക്കി അവരെല്ലാം ചെയ്യും. ഓക്കെ. നമ്മളെ നാടൻ മൈസൂർ പാക്ക് നന്നായി ചെയ്യുന്ന ആള്, അതിന് ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ അതിന്റെ കളർ ഒക്കെ ഉണ്ട്, അതവൻ നന്നായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മുടെ ജാഗറി എന്ന് പറഞ്ഞ സാധനമില്ല, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത് ജാഗരിയുടെ ആ ചുറ്റി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ചെയ്യുന്ന നല്ല വർക്കറാണ്. ബാക്കിയൊക്കെ അവൻ ചെയ്തോളും. ബാക്കിയുള്ള വർക്ക് ഈസിയാണ്. അതൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ പഠിച്ച ആക്ച്വലി എൻ്റെ കോഫി ക്രീമിലെ നമ്മുടെ ലീമിന്റെ ഫൗണ്ടർ ഉണ്ട് സലീം ക, പുള്ളി തന്നെ പഠിച്ചിട്ടോ നാട്ടിൽ വന്നപ്പോൾ. കാരണം നമ്മൾ സ്വീറ്റ് സെക്ഷൻ്റെ ഒന്നും ഷെഫ് ആയിരുന്നില്ല. ഇവിടെ വന്ന ശേഷം നമ്മൾ സ്വീറ്റ് സെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പുള്ളി ഇവിടെ 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, നാടൻ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിയുടെ നിന്ന് കിട്ടിയ എനിക്ക് കുറേ ടിപ്സ് ആണ് അതൊക്കെ. അതാണ് പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ ഒരു ട്രെയിനിങ് ചെയ്യുന്നു വരെ നമുക്ക്, അല്ലെങ്കിൽ മേ ബി ഒരു ക്ലീനിങ് സ്റ്റാഫിന് നമുക്ക് ടിപ്സ് കിട്ടും. അതെ, നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ബേസിക്കലി ഇപ്പൊ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ വരുമാനത്തിന്റെ 40% ട്രാവൽ ചെയ്യും. എൻ്റെ അടുത്ത് പലരും ചോദിക്കും എത്ര പൈസ നിങ്ങൾ കളയുന്നത് പറയും. 40% എൻ്റെ ഇൻകമിന്റെ പൈസ ഞാൻ ട്രാവലിങ്ങിന് വേണ്ടി കളയുന്നുണ്ട്, എൻ്റെ പ്രൊഫഷന് വേണ്ടി കളയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ഇവിടെ മാത്രം കോഫി ക്രീമിൽ മാത്രം ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ ശരി, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മാത്രമേ ഇവിടെ ലോകത്തിലുള്ളൂ, ഇങ്ങനെയൊക്കെ വിചാരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ മൊണോപ്പൊളി മൈൻഡ് ഭയങ്കരമായിട്ട് വരും. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെ പോലെ അല്ല, നമ്മളെക്കാളും നന്നായി ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയാണെന്നുള്ള രീതി. നമ്മൾ ശരിക്കും ഫലൂദ നാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫലൂദ ശരിക്കും അത് പേഷ്യൻ ഡിഷ്, പേഷ്യൻ ഡെസേർട്ട്. അപ്പൊ ഇതിന്റെ ഫൗണ്ടേഴ്സ് ശരിക്കും ഫലൂദ നാഷ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് കേരള ബ്രാൻഡാണ്. അവര് ഫലൂദന്റെ കറക്റ്റ് സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ മൊത്തം യാത്ര ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പല ഫുഡ് ബ്രാൻഡ്സും അവരെ സ്വാധീനിച്ചത് യാത്രകളായിരിക്കണം അല്ലേ സാർ പറഞ്ഞത്? ആയിരിക്കാം. ഈ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇപ്പൊ പല കൺട്രീസിൽ ഇപ്പം പോയിട്ടുണ്ട്. അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരാള് ലൈഫ് ടൈമിൽ ഇന്നൊരു സാധനം ട്രൈ ചെയ്തിരിക്കണം എന്ന് തോന്നിയൊരു ഡിഷ് ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവമുണ്ട്. എന്നാലും ഒരു ഷെഫ്സ് ഫേവറേറ്റ് ഒരു സാധനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ പൊതുവെ ഈ കോണ്ടിനെന്റൽ ഇതിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ബിരിയാണി, ഇതിലൊക്കെ ഭയങ്കര ഇഷ്ടം കൂടുതലുള്ളതാണ്. ഓക്കെ, ഞാനിപ്പം ഇപ്പൊ ലാസ്റ്റ് പോയതിൽ കുറേ കഴിച്ചെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് വിസിറ്റ് ഞാനിപ്പോൾ ദുബായ് പോയതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് വാഫീലാക്കിയത് നമ്മളൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവരുടെ മട്ടൻ കടായാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറേ ദിവസം പലതരം റെസ്റ്റോറൻറ്റ്, കാരണം
ഞങ്ങൾ 3 പേര് പോയ സമയത്ത് ഇപ്പോൾ ഹോം ബേക്കറി എന്ന് പറഞ്ഞ അവിടെയൊക്കെ 3 പേര് പോയി നമ്മൾ ചെറിയൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 800 ദിർഹംസിന് അടുത്ത് ബില്ല് വന്നിട്ടുണ്ട്. ഓ. ഓക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഉം. ഇങ്ങനെയുള്ള പാകിസ്ഥാനികൾ പക്ഷെ ഇവിടെ കിട്ടിയ അവിടെ കിട്ടിയ ഫീൽ ഡിഫറെൻ്റ് ആണ്. പക്ഷെ സാധാരണ ഒരു ഈ മട്ടൻ കടായിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ ഒരു വാവ് ഫീൽ ഭയങ്കരമായിരുന്നു. ഓക്കെ. കാരണം അവർ ഭയങ്കര എക്സ്പേർട്ടാണ് ഈ മട്ടൻ്റെ ഡിഷിൽ ഇങ്ങനെയുള്ള ഈ മട്ടൻ ചിക്കൻ പുലാവ് പെഷ്വാരി കഴിച്ചിട്ടുണ്ട് ഞാൻ പാകിസ്ഥാനിൽ. നല്ല ഏതാണ് ടേസ്റ്റ്. അപ്പോൾ മട്ടൻ പുലാവ്. അതെ അതെ അതെ. അപ്പോൾ അതാണ് അവർ മട്ടൻ്റെ പ്രിപ്പറേഷനിൽ ഉം. ഭയങ്കരമാണ് അവർ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഇന്നതൊന്നും പറയാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ സ്പെഷ്യൽ ഡിഷസ് പറയാൻ പറ്റും. ഓരോ സ്ഥലത്ത് ഓരോ എന്തൊക്കെ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ ഇപ്പം ഇന്ത്യയിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ബിരിയാണിയാണ് ശ്രദ്ധിക്കുക. ഓരോ സ്ഥലത്തും ഞാൻ അവിടുത്തെ ആ ഒരു സിഗ്നേച്ചർ പർട്ടിക്കുലർ റീജിയനിലെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ എല്ലാവരുടെയും ഇത് എൻ്റെ പേഴ്സണലായ ഒരു ഇതാട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു ഫുഡിലുപരി അതൊരു കൾച്ചറായിട്ടാണ്. അതെ. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു 6-7 തരം ബിരിയാണി കോഴിക്കോട് തന്നെ ഉണ്ടാവും. അതെ അതെ. കാരണം ഓരോരുത്തരുടെ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേജ് അവരുടെ ഏരിയ വെച്ചിട്ട് അവിടെ അവൈലബിലിറ്റി വെച്ചിട്ട് ബിരിയാണിയുടെ പല രീതികളൊക്കെ തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൈതച്ചക്ക ഫ്രൂട്ട്സ് ഒക്കെ ബിരിയാണിയിലേക്ക് ആഡ് ആ ചെയ്യുന്നത്. അതെ അതെ. അതാണ്. പൈനാപ്പിള്. അതാണ്. അപ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബിരിയാണി എനിക്ക് പൊതുവെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് പോയി എനിക്ക് കിട്ടുന്ന ഫീലല്ല അപ്പോൾ തമിഴ്നാട് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ സംഭവമല്ല. കർണാടകയിൽ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. കേരളത്തിലും കിട്ടാറുണ്ട്. ഇപ്പോൾ പാലക്കാട് ഫേമസ് ആയ സംഭവം കേട്ടിട്ടുണ്ട് റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര അമേസിങ് ബിരിയാണി. അത് എത്ര പലരും പറയും എനിക്കിപ്പോൾ മലബാർ ബിരിയാണി ഇഷ്ടം എന്ന് പറയും. എനിക്ക് മലബാർ ബിരിയാണി ഇഷ്ടം. പക്ഷേ ഞാൻ റാവുത്തർ ബിരിയാണിയിൽ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത ആളാണ്. റാവുത്തർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ഫീലാണ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 7 മണി 8 മണി കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, നെക്സ്റ്റ് ഡേ ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സമയത്ത് അത് വേറെ വാവ് ഫീലാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിനും ഓരോ ഇതുണ്ട്. അത് നമ്മളത് കൂടുതലായിട്ട് ഇറങ്ങി പോകുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. അതിന് എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്നുള്ള പാഷനാട്ടോ. നമുക്ക് അതിനോടുള്ള താല്പര്യം ഇഷ്ടമൊക്കെ വേണം, എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചില കവിതകൾ വായിക്കുന്നുണ്ട്. കവിത വായിച്ചു അതിലെന്താ ഉള്ളത് നമുക്ക് അറിയില്ല. ശരിയല്ലേ? ചില പാട്ടുകൾ കേൾക്കുന്ന ഫീൽ സമയത്ത് ചെയ്യണത്. അതാണ്. ചില ഈ പഴയ മാപ്പിള സ്റ്റൈൽ പാട്ടൊക്കെ ഇല്ലേ, കേൾക്കുന്ന സമയത്ത് അതിലെന്താ പറയണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ ലൈല എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ പറയുന്നത് ദൈവത്തിന്റെ പേരൊക്കെ പറയണം. പലരും വിചാരിക്കും ചിലപ്പോൾ അത് പെൺകുട്ടിയുടെ പേരാണ്. മനസ്സിലായോ? അപ്പോൾ അതേപോലെയാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ പ്രോപ്പറായി അറിഞ്ഞ് അതിൻ്റെ അറിവ് നമ്മൾ എടുത്തിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫുഡാണെങ്കിലും ബാക്കി എന്താണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇവിടുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതാണോ, ഫോർക്ക് യൂസ് ചെയ്ത് കഴിക്കുന്നതാണോ ബെറ്റർ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റും? അത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൾച്ചർ വെച്ചിട്ട് കൈകൊണ്ട് കഴിക്കുന്ന രീതിയാണ്. ഫോർക്കൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചറാണ്. അതെ. അപ്പോൾ അത് നമ്മൾ പഠിച്ച് വെക്കുക എന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി നമ്മളെല്ലാം പഠിച്ചു വെക്കണം ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാളിപ്പോൾ ഒരു MBA പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ വല്ല MCA പഠിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര സീരിയസ് ആയി കണ്ടു കഴിഞ്ഞാൽ ഞാനത് സീരിയസ് ആയി കാണില്ല. അത് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക, ഒരു ബാക്കപ്പായി ചെയ്യാണെങ്കിൽ മാത്രം ചെയ്തോളൂ എന്ന് ഞാൻ പറയാം. എന്ത് പേഴ്സണലായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുക, നിങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുന്ന പറയും. അത് മതി. ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ലോകം മൊത്തം വെട്ടിപിടിക്കാൻ പറ്റും. ലാംഗ്വേജ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ 50% കോൺഫിഡൻസ് ആണ്. ബാക്കി സ്കില്ല് 50% ചെയ്താൽ മതി. സോ ഒരു ഷെഫ്രോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു തിയറിയിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടും സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇപ്പോഴും ഒരു സക്സസ്സിലേക്ക് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സക്സസ് പറഞ്ഞാൽ ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട്. പക്ഷേ ഇത്രയെങ്കിലും നമ്മൾ എത്തിയത് നമ്മൾ കുറേ ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്താൽ അത് നടക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള ശക്തി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനിയിപ്പോൾ മേ ബി ഒരു അമാനുഷ്യമായ വേറെ വല്ല നമുക്ക് ദൈവങ്ങൾ പോലുള്ളതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഫേർട്ട് എടുത്തുകൊണ്ട് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ +2 ആണ്. ഇത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ആ സമയത്തൊക്കെ എൻട്രൻസ് ഒക്കെ എഴുതി കയറി വന്ന ആളാണ്. എൻ്റെ താഴെ എന്നെ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ IHM തിരുവനന്തപുരത്ത് 4 വർഷം 5 വർഷം പഠിച്ച ആൾക്കാരാണ്.
അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അവർ ഉപയോഗിക്കില്ല. അതെ. മനസ്സിലായോ? ഇപ്പം ഞാൻ 24 വയസ്സിൽ അറബി വരെ സംസാരിക്കും. മനസ്സിലായോ? അത് നമുക്ക് അകത്തൊരു തീ ഉണ്ടാവണം, ഫയർ ഉണ്ടാവണം. മനസ്സിലായല്ലേ? അപ്പം അത് ഓരോരുത്തർക്കും ഓരോ രീതി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഒരു പൊസിഷനിലേക്ക് വരിക, ഇങ്ങനെ ഒരു കമാൻഡിങ് പൊസിഷനിലേക്ക് വരണം, കൺട്രോൾ ചെയ്യണം. അതൊക്കെ ഭയങ്കര നമ്മുടെ അകത്തുള്ള ആഗ്രഹം പോലെ ഉണ്ടാവും. പണ്ട് ഞാൻ റോയൽ മാരേജ് എന്ന് പറഞ്ഞിട്ടൊരു അവിടുത്തെ ആ സമയത്ത് ഏറ്റവും വലിയ ഹോട്ടൽ ദുബായിലെ 3 ഹോട്ടൽസാണ്, കോംപ്ലക്സ് 60 ഏക്കറാണ്. ഞങ്ങളുടെയാണ് സെയിം അറ്റ്ലാന്റിസ് ഒക്കെ. അറ്റ്ലാന്റിസ് ഒക്കെ നമ്മുടെ അത് വേറെ പ്രോപ്പർട്ടി, ഇത് വേറെ പ്രോപ്പർട്ടി. അപ്പം ഞാൻ ഇവിടുന്ന് ഓരോ ദിവസം ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ബുർജ് ഖലീഫ കഴിഞ്ഞിട്ട് എനിക്ക് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ കിട്ടി എന്ത് രസമായിരിക്കും. ഇത് അതിനകത്തൊരു ഹോട്ടൽ വരുന്നെന്ന് അറിയാം, ഏത് ഹോട്ടലിൽ നിന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോലും അറിയാതെ ഞാൻ അതിനകത്ത് ചെന്ന് എത്തിപ്പെട്ടു. 2 വർഷം ബുർജ് ഖലീഫിനകത്ത് അർമാണി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ബ്രാൻഡ് വർക്ക് ചെയ്തു. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ ഓരോരുത്തരടുത്തും പറയും, അതായത് നിങ്ങൾ എണീക്കുമ്പോൾ എൻ്റെ അവിടെ ഒരു കുട്ടി ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളോ, അപ്പോൾ എന്നെ വിളിക്കുക ഇടയ്ക്ക്. ഞാൻ ഇടയ്ക്ക് വിളിച്ചോട്ടെ, ഞാൻ ഓക്കെ വിളിച്ചോ എന്ന് പറയും. അവൾക്ക് എയർ ഹോസ്റ്റസ് ആണെന്ന് ഭയങ്കര ആഗ്രഹം, അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞത് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീച്ച് 15 മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ, എന്നിട്ട് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുള്ളൂ. പൊതുവെ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ ആ 15 മിനിറ്റ്സ് നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് സാധാരണ ഇൻഡിഗോ ഇതിലൊന്നും ചിന്തിക്കരുത്. ലുഫ്താൻസ അല്ലെങ്കിൽ ഖത്തർ എയർവേസ്, ഫ്ലൈ എമിറേറ്റ്സിലൊക്കെ എയർ ഹോസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഞാൻ പറയാം, അത് നിങ്ങൾ ക്ലിയർ മൈൻഡിൽ സ്വപ്നം കാണുമെന്ന് പറയും. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഉറങ്ങുള്ളൂ. ഈ ഹാഫ് ആൻ അവർ നിങ്ങളുടെ ചിന്ത മാത്രം കേൾക്കുന്ന നിങ്ങൾ ഓട്ടോമാറ്റിക് ഇതാവുമെന്ന് പറയും. സീരിയസ്, എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം എനിക്കൊരു പേഴ്സണൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയല്ല, എൻ്റെ ഫേസും കാണിക്കണം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ പക്ഷെ പലർക്കും എന്നെ അറിയാം, പക്ഷെ പബ്ലിക്കിന് തീരെ അറിയില്ല. പക്ഷെ എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല. അപ്പം ഫേസ് കാണിക്കാൻ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എൻ്റെ വെൽ വിഷസ് ഒരുപാട് പേര് ഇങ്ങനെ ഹെൽപ്പ്. ആ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറീസ് ഒക്കെ റീഷെയർ ചെയ്യട്ടോ. അപ്പം ഇങ്ങനെ വ്യൂസ് ഭയങ്കരമായിരുന്നു. ആദ്യത്തെ എന്നെ നോക്കി അറിയാം, ആദ്യത്തെ എൻ്റെ വ്യൂസ് ഭയങ്കരമായിരുന്നു. മനസ്സിലായി? അപ്പം പിന്നീട് അവരുടെ ഒരു സപ്പോർട്ട് പോയപ്പോഴാണ് നമുക്ക് എപ്പോഴും താകാം. പിന്നെ നമുക്ക് വ്യൂസ് കുറഞ്ഞു നമ്മുടെ കിട്ടുന്നൊരു വ്യൂസായി. മനസ്സിലായി? അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഞാനിപ്പോൾ എൻ്റെ ഓണറിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ ഒരു വർഷത്തിനുള്ളിൽ ഒരു സെലിബ്രിറ്റി റാങ്ക് എത്തും കേട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കഴിഞ്ഞ മാസം എൻ്റെ പറഞ്ഞു, നിങ്ങൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 വർഷമൊക്കെ പ്ലാൻ ചെയ്ത് അത് പറഞ്ഞപ്പോൾ, കാരണം അതൊന്നും ഈസി ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഞാൻ ഈ വർഷം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എനിക്കറിയില്ല, കിട്ടുന്നറിയില്ല. അപ്പോൾ ഓരോരുത്തരൊന്ന് കണക്ട് ആവുകയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. ആദ്യം ഒരു മീഡിയ ടീം റെക്കമെൻഡ് ചെയ്തു, അപ്പോൾ ലിസ്റ്റിലിട്ടുണ്ട്, ഇതാവുന്നില്ല. അപ്പോഴേക്കും ഇങ്ങനെ ഓരോന്ന് വരികയാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളായിട്ട് കണക്ട് ചെയ്തവർ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പോപ്പുലർ ആവുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ രഘു പറഞ്ഞു, എടാ ഞങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ചില സംഭവങ്ങൾ വരും. നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം വളരെ ഹെൽത്തി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ UAE വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഖത്തറിലൊരു പ്രോപ്പർട്ടി ആയിരുന്നു, ടോർച്ച് എന്ന് പറഞ്ഞിട്ട്. അതായത് ഖത്തർ ഗവൺമെന്റ്, അതായത് ഖത്തറിന് ഒരു സ്പോർട്സ് സിറ്റി ഉണ്ട് ആ സമയത്ത്. കാരണം ഖത്തർ ഈ എന്താ പറയുക, ഗ്യാസ് കണ്ടുപിടിച്ച സമയത്ത് അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ മൂന്ന് ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ 3-4 ഏരിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് അവർ കൊടുത്ത എഡ്യൂക്കേഷൻ ആയിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഫണ്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് കുറെ കിട്ടിയിരുന്നു, എത്രയോ വർഷത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു റിച്ച് കൺട്രി എന്നുള്ള പൊസിഷൻ അവർ കിട്ടിയത്. അങ്ങനെ ഏറ്റവും കൂടുതൽ അവർ ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ എഡ്യൂക്കേഷൻ ആയിരുന്നു. സെക്കൻഡ് വന്നിട്ട് ഈ സ്പോർട്സിനായിരുന്നു. മൂന്നാമത് ആണ് പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ മാറ്റി വെച്ചത്. പിന്നെ ഒരു ഡിഫൻസ് കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വരും. പക്ഷെ ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ എഡ്യൂക്കേഷനാണ്. രണ്ടാമത് സ്പോർട്സ്. ഒരു സ്പോർട്സിനോട് ഭയങ്കരമായിട്ട് ആർത്തിയുള്ള ആൾക്കാരാണ് ഈ ഖത്തറികൾ, ഭയങ്കരമായിട്ട്. അപ്പം ഇവർക്കൊരു സ്പോർട്സ് സിറ്റി നാസ്പെയർ സോൺ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ അടുത്തൊരു ഖലീഫ സ്റ്റേഡിയം ഉണ്ട്. അതിൻ്റെ നോട് ചേർന്നിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് അവർ ഈ നാഷണൽ ഗെയിംസ് ഒക്കെ പണ്ട് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ടോർച്ച് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. അതിന് 46ാമത് നിലയിൽ ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്, 360 ഡിഗ്രി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദോഹ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയോ എവിടെയെന്ന് അറിയില്ല, ഓട്ടോമാറ്റിക്കായി എനിക്ക് അവിടെ ചാൻസ് വന്നു. എന്നെ അറിയുന്ന ഷെഫ് അവിടെ പോകണം, എനിക്കൊരു ദിവസം മെസ്സേജ് തരാണ്. മനസ്സിലായോ?
അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സത്യത്തിൽ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിരിക്കണം. നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ശരിക്കും ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ജോലികളും കാര്യങ്ങളും ആത്മാർത്ഥം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ നമുക്കത് കിട്ടും. എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു 2 വർഷം നമുക്കൊരു മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ സാലറി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്ന സ്ഥലം അവിടുന്ന് പിന്നെ ഞാൻ റോസ്വുഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്കാണ്. റോസ്വുഡ് എന്ന് പറഞ്ഞ കരീബിയൻ ഗ്രൂപ്പാണ്. ഭയങ്കര ലക്ഷറി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ഇവിടുന്ന് അങ്ങോട്ട് വന്നു പോയി, കാരണം ഇത്രയും ഗവൺമെന്റിന്റെ സംഭവമായിരുന്നില്ലേ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്. നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോഴും അതിന് എന്തോ ഒരു വലിയൊരു സംഭവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് വരുന്ന സമയത്ത് കേട്ടോ, ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് റോസ്വുഡിലേക്ക് വന്നു. റോസ്വുഡ് നിന്നാണ് ഞാൻ MRലേക്ക് പോകുന്നത്. ഈ ബുർജ് ഖലീഫ അതിൽ പോകുന്നത്. MRന്ന് പിന്നെ ഞാൻ പോകുന്നത് അന്ന് ഈ മാരിയഡ് 30 ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ലക്ഷറി ബ്രാൻഡാണ് ഈ സെന്റ് റീജീസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഭയങ്കര ബ്രാൻഡാണ്. അപ്പം അവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആ ലെവലുള്ള ആൾക്കാരാണ്. ഞാൻ അവിടെ ഉള്ള ഹിലാരി ക്ലിന്റൺ അങ്ങനെയുള്ള വമ്പൻ ടീമുകളൊക്കെ വരും. അത് വലിയ വലിയ രാജാക്കന്മാർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഇതേപോലെ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു മെയിൽ വരികയാണ് എനിക്ക്. അതായത് ഫോൺ കോളും അല്ല, അവിടുത്തെ കൾണറി ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. മെയിൽ വരികയാണ്, ഓഫർ ലെറ്റർ ഉണ്ട്, ഇന്ന പൊസിഷനാണ്, ട്രിപ്പിൾ പ്രൊമോഷനാണ്. അപ്പോൾ 3 പ്രൊമോഷൻ വെച്ചിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പക്ഷേ എനിക്ക് ആ സെന്റ് റീജീസ് പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിൽ വന്നു എനിക്ക് പാരഗണിൽ വർക്ക് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം, സീരിയസ്ലി. കാരണം എനിക്ക് നാട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ് പാരഗൺ. അതിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ ഇതിലുണ്ടല്ലോ, അപ്പോൾ അറിയാം അവരെ നല്ല കണക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇത് എനിക്കൊരു ബൊട്ടീക്ക് കോൺസെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എഡി ലോഫിൽ എത്തിപ്പെട്ടു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. പിന്നെ ഞാൻ കോഫി ക്രീമിൽ പോകുമ്പോൾ തന്നെ എനിക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, എന്നെ ഒന്നിനും കൺട്രോൾ ചെയ്യരുത്, എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് കുറച്ച് ക്രിയേറ്റീവ് കുറേ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ നോ എന്ന് പറയാം. പക്ഷെ അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതാണ് എൻ്റെ എവിടെ ഒരു ആഗ്രഹം എവിടെ ഉണ്ട് അത് നമുക്കൊരു രീതിയിൽ തിരിച്ച് കിട്ടുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം, ക്രിയേറ്റീവായി ചെയ്യണം, പോപ്പുലാരിറ്റിക്ക് പോകണം. അപ്പോൾ അതാണ് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ശക്തി എവിടെയോ നമുക്ക് ഒരാളെ കൊണ്ട് തന്നു കറക്റ്റായിട്ട്, മനസ്സിലായി. അപ്പം അതുപോലെയാണ് നമ്മളത് ഇപ്പോഴും പറയണത്. നമ്മൾ നന്നായിട്ട് എല്ലാവരോടും പറയുന്നത് ആഗ്രഹിക്കണം, സ്വപ്നം കാണണം എന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല പറയുന്നത്, ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അപ്പോൾ നമ്മൾ സ്വപ്നം കാണണം, നടക്കും, ഉറപ്പായിട്ട് നടക്കും. പക്ഷെ അതിനോട് വർക്ക് ചെയ്യണം കൂടി ഞാൻ പറയുള്ളൂ. വേറെ വെറുതെ സ്വപ്നങ്ങൾ മാത്രം കൊണ്ടൊന്നും നടക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് സൈഡ് നമ്മളതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരു പക്ഷീനെ നമ്മളൊരു കൂടിനകത്തിട്ടിട്ട് വളർത്തുന്ന സമയത്ത് പെട്ടെന്നൊരു നിങ്ങളൊരു ദിവസം സുപ്രഭാതം തുറന്നു പറന്നു പോകും, ഇനി തിരിച്ചു വരില്ല. പക്ഷെ ആ പക്ഷീനെ നിങ്ങൾ തുറന്നിട്ട് വളർത്തി നോക്കും, പോയിട്ടൊന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള സീനിയർ ഷെഫ്മാർക്ക് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇഫ് യു ആർ എ ക്രിയേറ്റീവ് പേഴ്സൺ, അതായത് നിങ്ങൾ ഒരു പരുന്തിനെ പോലെ പറക്കണം എന്ന് പറയാം. യു മസ്റ്റ് ഫ്ലൈ ലൈക്ക് ഈഗിൾ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റിവിറ്റി വരുള്ളൂ. അതല്ലാതെ നമ്മൾ മാക്സിമം ഒരു പട്ടം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കിട്ടില്ല. അത് ഇന്ത്യക്ക് പുറത്തുള്ള യൂറോപ്യൻസ് നന്നായിട്ട് അറിയാം. അതങ്ങനെയാണത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റിവിറ്റി കിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് വിട്ടു നോക്കും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഈ ഫ്രീഡമാണ് നമ്മുടെ ഒരു സക്സസിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവം. നമുക്ക് ഫ്രീഡം വേണം. ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മൾ ആ സക്സസിലേക്ക് എത്തുള്ളൂ. ഓക്കെ. ഇപ്പം ഒരുപാട് ഈ ജേർണിയിലെ കുറെ നല്ല മൊമെന്റ്സിനെ പറ്റി പറഞ്ഞു. ഇതിലൊരു പ്രൗഡസ്റ്റ് മൊമെന്റ് ഏതാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ലൈക്ക് ആസ് എ ഷെഫ് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നിയൊരു മൊമെന്റ് ഈ ഒരു 20 years ജേർണിയിൽ? പ്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നടന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ഖത്തറിന്നപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ ഫസ്റ്റ് കിട്ടി, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഞാനിപ്പോൾ ബുർജ് ഖലീഫയ്ക്കകത്ത് അതിൽ നമുക്കൊരു അർമാണിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രൗഡായിട്ട് കാണുന്നത്. MR പ്രോപ്പർട്ടീസിന്റെ ഭാഗമാകാൻ പറ്റിയത് അഡ്രസ്സിന്റെ ഭാഗം പ്രൗഡായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ സംഭവത്തിൽ ഈ പ്രൊഫഷനിൽ എന്നെ ടെക്നിക്കലി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് റോയൽ മറേജ് മണനോളി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഇന്റർനാഷണൽ ഒരു സൗത്ത് ആഫ്രിക്കൻ ഗ്രൂപ്പാണ്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടിയത്. അപ്പം ഞാൻ അവിടെ അതിന്റെ ഭാഗമായി എന്നുള്ളത് ഭയങ്കര പ്രൗഡാണ്. പക്ഷേ ഈ ഒരു മാനേജ്മെന്റ് സ്കിൽസ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് നമ്മൾ നല്ലൊരു
ഹെഡ് പൊസിഷനിൽ വന്നത് ഈ സെൻറ്റ് റീജിയസ് എന്ന് പറഞ്ഞതാണ്. നല്ല നമുക്ക് പാക്കേജിൽ നല്ല പൊസിഷനിൽ അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് അതിൽ ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ കോഫി ക്രീം ലീമിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കിട്ടിയതിൽ ഭയങ്കര പ്രൗഡാണ്. ലേറ്റസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഷംസുദ്ദീൻ നെല്ലറ. നല്ല രീതിയിൽ നമുക്ക് അറിയ കാര്യമാണ്. പ്രാവശ്യം പോയപ്പോൾ ഒരു ഹാഫ് ഡേ പുള്ളിയുടെ വീട്ടിലായിരുന്നു. മനസ്സിലായോ? പുള്ളിയുടെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നു കാര്യങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡാണ് അതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ ഒരിക്കലും അതാ ഞാൻ പറഞ്ഞത്, ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട് പുള്ളിയായിട്ട് ഇടപഴകണം. ഞാനൊരു 1 month മുമ്പ് ഇവിടെ നമ്മുടെ റാസ് എന്ന് പറഞ്ഞൊരു ഗസൽ അറിയോ? റാസ് ബീഗം അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു രാഷി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് രാത്രി 9 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഗസൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ ഒരാളെ പറ്റി അന്ന് സംസാരിച്ചു. ഡോക്ടർ സലാം എന്നുണ്ട്, സലാം ഫോസിൽ എന്നുകൊണ്ട് കാണാൻ പറ്റും. പുള്ളി ഒരുപാട് ആൾക്കാരുടെ മെൻറ്ററാണ്. ഒരു 30 ദിവസം മുമ്പ് അയാൾ സംസാരിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പ്രാവശ്യം പോയപ്പോൾ അഡ്രസ് എന്ന ബ്രാൻഡിൻ്റെ ഷംസഖാൻ്റെ പാർട്ട്ണർ ലത്തീഫ് എന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞ ലത്തീഫ് ഇങ്ങനെ ആഗ്രഹമുണ്ട്, പുള്ളിയെ പറ്റി സംസാരിച്ച് പുള്ളിയെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പുള്ളി കുറച്ചൊരു ജീനിയസ് ഒരാളാണ്. പക്ഷെ പ്രാവശ്യം കറക്റ്റ് പുള്ളിയുടെ കൂടെ ഒരു ഏകദേശം 30 minutes സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ആഗ്രഹം നടക്കും. ഇതൊക്കെ ആഗ്രഹിക്കുമ്പോൾ നടക്കുന്നതൊക്കെ പ്രൗഡായ മൊമെന്റ് തന്നെ എന്നെ സംബന്ധിച്ചിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, പുള്ളിയുടെ കിച്ചണിലേക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നെൽസ് കഫേ ഇപ്പം ശരിക്കും ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ കേരളത്തിൽ? നെൽസ് കഫേ ചെയ്ത് ഞാനായിരുന്നു. നെല്ലറ ഇപ്പം അവർ റീബ്രാൻഡ് ചെയ്തിട്ട് ഇപ്പൊ കേരളത്തിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ. നെല്ലറ ശരിക്കും UAE അല്ലായിരുന്നു അവരുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്? അതെ, അവര് നാട്ടിലേക്ക് കോഫി ഷോപ്പ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ കോഫി ഷോപ്പ് ഇതിന്റെ പേരാണ് നെൽസ് കഫേ എന്ന സംഭവം. പക്ഷെ അവരുടെ ആക്ച്വലി ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെ ആണെങ്കിലും മാർക്കറ്റ് കൂടുതലും UAE ബേസ് ആണ് കൂടുതൽ. അവർ മാർക്കറ്റ് ഒരുപാട് എല്ലാ രാജ്യങ്ങൾക്കും പോകുന്നുണ്ട്. UAE ആണ് അവരുടെ സ്ട്രോങ്ങസ്റ്റ് മാർക്കറ്റ് അവരുടെ. ശരിക്കും കഫേ ബിസിനസ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രി പോലെയല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു ഇൻവെസ്റ്ററിനെ കിട്ടാൻ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാഷൻ ആ ഒരു പാർട്ട്ണറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ടൊരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ചൂസ് ചെയ്യണ്ടേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് സ്റ്റാർട്ടപ്പിനും എല്ലാവരും സ്റ്റാർട്ടപ്പ് തുടങ്ങും, പക്ഷെ അതിന്റെ എക്സിറ്റ് പ്ലാൻ ഉണ്ടാവില്ല. എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് സക്സസ് ആവുന്ന സമയത്ത് നിങ്ങളൊരു 1 crore ബിസിനസ് ചെയ്തു, 5 crore വാല്യൂ ആയി, 10 crore അല്ലെങ്കിൽ 15 crore മറിച്ചു കൊടുക്കുക. അതൊരു എക്സിറ്റ് പ്ലാൻ തന്നെയാണ് ശരിക്കും. നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, അടുത്ത ബ്രാൻഡ് ഉണ്ടാക്കുന്നു, പോകുന്നു, അങ്ങനെ ചെയ്യാം. ഓക്കെ. വേറൊരു സംഭവമുണ്ട്, നമ്മളത് നോക്കിയിട്ട് ചിലർ 1 വർഷവും 2 വർഷവും 10 വർഷവും 20 വർഷവും 20 വർഷം നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ നഷ്ടത്തിലേക്ക് എന്നും നഷ്ടത്തിലായിരിക്കും അവര്. അപ്പോൾ ചിലപ്പോൾ 1 വർഷം 2 വർഷം മാക്സിമം നോക്കി ആദ്യം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, 1 വർഷത്തെ ബഡ്ജറ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ ബഡ്ജറ്റ്. അത് കഴിഞ്ഞിട്ട് അത് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. ചിലപ്പോൾ മേ ബി നമ്മൾ കോൺസെപ്റ്റ് മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് ആ ഏരിയ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ആ ഏരിയയിൽ വന്നിട്ടുണ്ട്, ആ ഏരിയ ഒക്കെ ആ ബിസിനസ് ചെയ്യാൻ പോരാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് മാറ്റേണ്ടി വരും. എന്താ പറയുക, ഏരിയ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ? ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റിനോ ഇതിനോ ഇതില്ല തോന്നുകയാണെങ്കിൽ നമ്മൾ പുൾ ബാക്ക് ചെയ്യേണ്ടി വരും. അത് ഞാൻ എക്സിറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ റീറ്റെയിൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് കോഫിക്ക് ഒരു എന്താ പറയുക, കോഫി ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. ബേക്കറി യൂണിറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മുടെ ലീം എന്ന് പറഞ്ഞാൽ റീറ്റെയിലാണ്. ഒരു സെൻട്രൽ കിച്ചണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് 10, 20, 30, 100 ഒക്കെ തുടങ്ങിയിട്ട് പോവാം. ഒരു ഓഫീസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് 4 പേര് 5 പേരോ മതി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 20 സ്റ്റാഫ് ഉണ്ടാവും, ചിലപ്പോൾ 30 സ്റ്റാഫ് ഉണ്ടാവും. കൺട്രോൾ ചെയ്യാൻ ഈസിയല്ല. അത് ഹോസ്പിറ്റാലിറ്റിയാണ്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ സ്ഥിതി വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം മലപ്പുറം മാർക്കറ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ, കോട്ടക്കൽ തിരൂർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ കോഫി ക്രീമിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞത് തൽക്കാലം എക്സ്പാൻഷൻ നിൽക്കട്ടെ, നമുക്ക് ലീമ് മാത്രം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം ഞാൻ അതിൻ്റെ നമുക്ക് ഡാറ്റ എടുക്കുമല്ലോ, ഡാറ്റ എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി 6 മാസം നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ ഒരു 3 മാസം നമുക്ക് എന്താ പറയുക ലോസ് കാണിക്കും. പിന്നെ ഒരു 3 മാസം ബ്രേക്ക് ഇവൻ കാണിക്കും. അപ്പോൾ നമ്മൾ എല്ലാ കണക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് കിട്ടില്ല. അപ്പം വരുന്ന ഇൻവെസ്റ്റർ
അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ആ ബ്രാൻഡ് ഉണ്ടാക്കിയതിൻ്റെ ആൾ ഇനഫ് മണി ഉണ്ടാവില്ല. അപ്പോഴേക്കും ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരിക. ആ ഇൻവെസ്റ്റർ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ആ ഇൻവെസ്റ്ററെ ചൂസ് ചെയ്യാൻ നിങ്ങൾ റോങ് പേഴ്സണെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രാൻഡിനെ തന്നെ ബാധിക്കും. ഓക്കെ. കാരണം ആ വരുന്ന ഇൻവെസ്റ്റർ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് വെൽ നോളജ് ഉള്ള ആളായിരിക്കണം, വെൽ നോണായ ആളായിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം. ഭയങ്കര പാഷനേറ്റ് ആയിരിക്കണം, സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ളവർ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് വരാൻ പാടുള്ളൂ. കാരണം പണ്ട് ഇതൊരു തപസ് പോലെയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് വരം കിട്ടണമെന്ന് അറിയില്ല, അതായത് ബ്ലെസ്സിങ് കിട്ടുന്നത് ഒന്നും അറിയില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്നില്ല പാരഗൺ എന്ന് പറയുന്നില്ല. ഞാൻ മനസ്സിലായി അവർക്ക് 86 വർഷത്തെ ബാക്കപ്പ് ഉണ്ട്. അവർ ടോപ്പ് ലെവലിൽ പോകുന്ന ലാസ്റ്റ് 50 to 20 years ആയത്. അപ്പോൾ അതിനു മുമ്പ് ഈ 60 വർഷത്തെ കഷ്ടപ്പാട് അവർക്കുണ്ട്, അല്ല 66 വർഷത്തെ കഷ്ടപ്പാടുണ്ട് അവർക്ക്. അപ്പോൾ ഈ എല്ലാവരും കാണുന്നത് സക്സസ് ആണ് അല്ലേ. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഔട്ട്ലെറ്റ് മാനേജർ ഒന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കണം, തമാശയ്ക്ക് ചോദിക്കുന്ന, എനിക്ക് ഷെഫിനെ പോലെ കോർപ്പറേറ്റ് ലൈഫ് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, മനസ്സിലായോ? അപ്പം ഞാൻ പുള്ളിയുടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ ഒരു 20 years വർക്ക് ചെയ്യുന്നു, അതിന് 15 years ഞാൻ സ്ട്രഗിൾ ചെയ്തു. അതുകൊണ്ടാണ് നമുക്കൊരു 5 വർഷമായിട്ട് ഈ സക്സസിലേക്ക് എത്തിയത്. അപ്പം ആരും ഈ സ്ട്രഗിൾ പീരീഡ് ആരും കാണൂല, സക്സസ്സാ കാണുള്ളൂ. ഒരു ബ്രാൻഡ് വരുമ്പോൾ പൊതുവെ മാർക്കറ്റിൽ പറയില്ലേ, ഇപ്പം നമുക്കൊരു സംഭവമുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ചെയ്യും. ഈ റെസ്റ്റോറൻറ്റിലുള്ളവർ ചിലപ്പോൾ മേ ബി നമ്മൾ കുറ്റപ്പെടുത്തും, അവർ കണ്ടില്ല നന്നായി ചെയ്യുന്നൊക്കെ പറയും. അതിൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് അവർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചപ്പോൾ നമ്മൾ കോഫി ക്രീം ലീം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ഇനി വരുന്നതാണ് ഇവരുടെ ശരിക്കുള്ള സമയം. അപ്പോൾ കറക്റ്റ് സമയത്താണ് അവർക്ക് പറ്റുന്ന മാക്സിമം അവർ ചെയ്തു, എന്നിട്ടാണ് അവർ എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് നിങ്ങൾക്ക് എനിക്കിങ്ങനെ ഒരു പാക്കേജ് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇത്ര ലക്ഷമാണ് അല്ലെങ്കിൽ ഇത്ര CTC ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതുപോലെ ഇതിനെ ലീമിനെയും കോഫി ക്രീമിനെയും ഈ ലെവലിൽ എത്തിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഒരു അപ്ഡേഷനും ഇതിൻ്റെ അടുത്ത ലെവലുമാണ്. ഞങ്ങൾ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞു. ഇനി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് വലിയൊരു ഗ്രോത്ത് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരെന്നെ കൂടെ കൂട്ടിയത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷെഫിനെ ഞങ്ങൾക്ക് തരുന്ന ഓരോ മാസം തരുന്ന ഒരു പാക്കേജ് ഞങ്ങൾ സാലറി ആയിട്ട് തരുന്നതല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഭാഗമാണെന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഇൻവെസ്റ്റർ ഉണ്ടെങ്കിലാണ് ആ ഏതൊരു ബ്രാൻഡും സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സക്സസ് ഉള്ള ഗ്രോത്തിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ എന്നും ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ തന്നെ കടന്നു പോകും. ബ്രാൻഡ് ആവാ ഇപ്പൊ പാരഗന്റെ നമ്മൾ പറഞ്ഞു ഇത്ര വർഷം കൊണ്ടാണ് പാരഗൺ ഒരു ബ്രാൻഡായി മാറിയത്. ഒരു കഫേ തുടങ്ങുന്ന ഒരാള് ചിലപ്പം അതിനൊരു ബ്രാൻഡ് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക, ഒരു ബ്രാൻഡാണ്. പക്ഷെ ശരിക്കും അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡൊക്കെ ആയി വളരണമെങ്കിൽ എന്തൊക്കെയാണ് ഒരു കഫേ ഓണർ ചെയ്യേണ്ടത് ഇതൊരു ബ്രാൻഡാക്കി എടുക്കാൻ? ഇത് പൊതുവെ ഒരുപാട് പേര് ധരിച്ചിരിക്കുന്നത് തെറ്റായ ധാരണ പൊതുവെ കേട്ടോ. പൊതുവെ ബ്രാൻഡ് ചെയ്യുന്നവരൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു സംഭവം ഉണ്ടാക്കി അതിനൊരു പേരിട്ടു, ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടാക്കി വെബ്സൈറ്റിലെ പേജ് അത് ബ്രാൻഡായിരുന്നു. അങ്ങനെയൊന്നും ബ്രാൻഡ് ആവില്ല. ഒരു ബ്രാൻഡ് ആവുമെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 15 വർഷം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആവുമെന്ന് പറഞ്ഞു. ഒരു പാൻ ഇന്ത്യയിൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 വർഷമെങ്കിലും വേണം. 5 years ആകുമ്പോഴേ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങൾ ബ്രാൻഡ് ആവും. അതിന് വേണം വർക്കൗട്ട് ചെയ്താൽ, പ്രോപ്പർ മാർക്കറ്റിംഗ് അല്ലേ. നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സാധാരണ എന്താ ചെയ്യാറ്, എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കുറേ ആകുമ്പോഴേക്കും ചില അതിനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക, ഫേസ്ബുക്ക് പേജ് തുടങ്ങുക അല്ലേ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പേരിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം പ്രോപ്പറായിട്ട് വെബ്സൈറ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. അതിന്റെ വിഷൻ, അത് ഈവൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ വിഷൻ വരെ സെറ്റ് ചെയ്ത് വെക്കണം. പ്രോപ്പർ വിഷൻ ഇല്ലാതെ ബ്രാൻഡ് ആവുകയില്ല. പലരും ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് വെബ്സൈറ്റ് ഒക്കെ തുടങ്ങി ഞങ്ങളുടെ വിഷൻ ഇതാണ് അങ്ങനെയല്ല. ആദ്യം വിഷൻ വേണം. വിഷൻ വന്നിട്ട് വേണം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കോഫി ക്രീം ഒരു പാൻ ഇന്ത്യ ലെവലിൽ ആവണമെങ്കിൽ ഒരു 5 വർഷം വേണം. ഡേ 1 മുതൽ പ്രോപ്പറായ നമുക്ക് അതിനുള്ള സ്ട്രാറ്റജികൾ ചെയ്താൽ മാത്രം. അതായത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രോപ്പർ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും, വെബ്സൈറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. ചില സമയത്ത് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, ഈ ബ്രാൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നതും ഫേസ്ബുക്ക് കൊടുക്കുന്നതും മാത്രമല്ല, വെബ്സൈറ്റ് മാത്രമല്ല, നമ്മൾ സോഷ്യലി കൂടി കമ്മിറ്റഡ് ആയിരിക്കണം. അല്ലേ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോഫി ക്രീം അല്ലെങ്കിൽ ഈ വർഷത്തെ മാരത്തോൺ ഉണ്ട്, മാരത്തോണിന്റെ കംപ്ലീറ്റ് നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പാരഗൺ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിലെ ഒരു സ്പോൺസറാണ്. മനസ്സിലായോ? അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെയാണ്. അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ബ്രാൻഡായിട്ട് വരുന്നുള്ളൂ.
അതല്ല ഇപ്പം നമ്മൾ കിട്ടുന്ന ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു 100 സ്റ്റാഫ്, ഞങ്ങൾക്കിപ്പോൾ 150 സ്റ്റാഫുണ്ട്. ലീമിനും ബഫിക്കും 150 സ്റ്റാഫ് ടോട്ടലുള്ളത്. അവർക്ക് പ്രോപ്പർ സാലറി പ്രോപ്പർ സമയത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ട എന്താ പറയുക യൂണിഫോം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. 3 നേരം ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ചില ഫെസ്റ്റിവൽ സീസണിൽ ബോണസ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ഇവരെ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര ശതമാനം ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കുക. ഇതൊക്കെ ബ്രാൻഡ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട എന്താ പറയുക അവർക്കൊരു ഇയർലി ഒരു ടൂർ പുറത്ത് പോകണമെങ്കിൽ അല്ലേ, അവർക്ക് എക്സ്കർഷൻ അവർക്ക് ആവശ്യമുണ്ടല്ലോ, ഒരു ഔട്ടിങ് ഒക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു ബ്രാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ജസ്റ്റ് ഒരു പേരുണ്ടാക്കേണ്ട ബ്രാൻഡാവുന്ന പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ കൂടെ ഉള്ളവരെ അവർക്ക് അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ ഈ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് പ്രോപ്പറൈസ് ചെയ്യുക. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് ബ്രാൻഡ് ഇങ്ങനെ ഒരേപോലെ വളർന്നിട്ട് വരും. അല്ലാതെ നമ്മൾ തുടങ്ങിയിട്ട് കുറേ വർഷം കണ്ട് ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞെങ്കിൽ വീണ്ടും 5 വർഷം എടുക്കും ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇതാവാൻ, അല്ലേ? പിന്നെ ഒരു ഇന്റർനാഷണൽ ലെവലാവണമെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഔട്ട്ലെറ്റ്സുകൾ വരണം, കാര്യങ്ങൾ വരണം, ഇന്റർനാഷണൽ ലെവലിലുള്ള മാർക്കറ്റിംഗ് നടക്കണം. അപ്പോഴാണ് നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബ്രാൻഡായെന്ന് പറയാൻ പറ്റും. ചില ആൾക്കാർ ഈ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫണ്ടുള്ളവർ ഭയങ്കര സ്പീഡായിട്ട് ബ്രാൻഡായിട്ട് വരും. കാരണം ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഒരുപാട് പേര് ചെയ്യണം. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലേ? ബ്രാൻഡിങ്ങിൽ നിറയെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ കാണാത്ത ഇൻവെസ്റ്റ്മെന്റ് ഒരുപാടുണ്ട്. ഷെഫ് ഇപ്പോൾ ഒരുപാട് കാലം പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നാട്ടിലേക്ക് വന്നു. ഒരു പല ബ്രാൻഡുകളുടെ കൂടെയും അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പുറത്തുനിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചാലഞ്ചസ് രണ്ടും ഏകദേശം സെയിം ആണോ, അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി? അത് ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പം ഞാൻ പുറത്ത് കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസിലാണ് വർക്ക് ചെയ്തത്. നാട്ടിൽ വന്ന ശേഷമാണ് ഈ കോഫി ഷോപ്പ് ബേസ് ചെയ്ത് അങ്ങനെയുള്ള പല ബ്രാൻഡുകളുടെ ഭാഗമായത്. ഓക്കെ. അപ്പോൾ ഈവൻ കോഫി ഷോപ്പ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായത് നമുക്ക് അവിടെ കിട്ടുന്ന റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഭയങ്കരമാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം എന്ത് വിചാരിച്ചാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അവൈലബിലിറ്റി പ്രോപ്പർ ആയിരിക്കും. ഓക്കെ. അതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണെങ്കിൽ ശരി, അതല്ല ഈവൻ നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിൽ ശരി, ഈവൻ ബെറീസ് ആണെങ്കിൽ ശരി, ഫ്രൂട്ട്സ് ആണെങ്കിൽ ശരി, എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ ഇവിടെ ആകുമ്പോൾ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സ്പെഷ്യലി നിൽക്കുന്നത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഒരു കൊച്ചു ടൗണായ കോട്ടക്കലിലാണ്. അപ്പം ഒരുപാട് നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. അതായത് ഈ റോ മെറ്റീരിയൽസ് ബേസ് ചെയ്ത സംഭവമാണ് വലിയ ചാലഞ്ച്. എന്നാലും നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് കൊച്ചിയിൽ നിന്നും അവിടെ നിന്നും എന്താ പറയുക ഈവൻ ബാംഗ്ലൂരിൽ നിന്നും അത് കിട്ടാതെ ചിലപ്പോൾ ഇനി പുറത്തുനിന്ന് വരെ ആൾക്കാർ വരുമ്പോൾ കൊണ്ടുവരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായ ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 10 സ്റ്റാഫുണ്ട്, ഒരു സെക്ഷനിൽ 10 സ്റ്റാഫാണെന്ന് വെച്ചോളൂ. എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ അവിടെ വരുമ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കില്ലേ, ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് റണ്ണാക്കും. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ കൂടുതൽ വരാനുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ശരിക്കും അത് അവരുടെ ഒരു കൾച്ചറിന്റെ ബെനിഫിറ്റ് കൂടിയല്ലേ. നമ്മളിപ്പം ഒരു ഷെഫ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെഫ് ആണെങ്കിൽ അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സർവീസിന് നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കുന്ന ഒരു കൾച്ചർ പുറം രാജ്യങ്ങളിലല്ലേ നമ്മളെക്കാളും കൂടുതലുള്ളത്. ഇപ്പം അറേബ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നല്ല ഫുഡ് നല്ല ഡിഷ് ആണെങ്കിൽ അവർ ഡയറക്റ്റ് ആ ഷെഫിനെ വിളിക്കുകയും അപ്രിഷിയേറ്റ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഈവൻ ടിപ്സ് വരെ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് വളരെ കുറവല്ലേ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഷെഫ്സിന്റെ പ്രൊഫഷണലിസത്തിന് ലാക്ക് ചെയ്യുന്നത് ശരിക്കും അങ്ങനെയുള്ള അപ്രിഷിയേഷൻ? ഇപ്പോൾ ആക്ച്വലി പഴയ പോലെയല്ല. ഇപ്പോൾ എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ എല്ലാവരും എല്ലാ ഗസ്റ്റ് കസ്റ്റമേഴ്സ് എല്ലാവരും നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണലി നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാവരുടെയും ട്രാവൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഞാൻ എൻ്റെ ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്നെക്കാളും നോളജ് അവർക്കുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഞാൻ പോവാത്ത റെസ്റ്റോറൻറ്റിലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മനസ്സിലായോ? അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം സാധാരണ സിനിമകളുടെ വെബ് സീരീസ് ഒക്കെ കാണുന്ന കാലഘട്ടമാണ്, അല്ലേ? ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് പഴയ പോലെ അല്ല, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി പേഴ്സണലി മനസ്സിലായി, കാരണം എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ജോലി സീരിയസായി കാണുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി
നിങ്ങളിപ്പോൾ ഞാൻ 16 മണിക്കൂർ വർക്ക് ചെയ്യണം, നിങ്ങളും 16 മണിക്കൂർ വർക്ക് ചെയ്യണം ഞാൻ പറയില്ല. പക്ഷേ 10 മണിക്കൂർ വളരെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം എൻ്റെ സ്റ്റാഫിനോടാണെങ്കിലൊക്കെ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ഒരു 50-60% മാറ്റിക്കൊണ്ടുവന്നു. ഒരു പ്രൊഫഷണലി സ്റ്റാഫിനെ ആക്കാനുള്ള അതിന് നമ്മളായിട്ട് മോൾഡ് ചെയ്തെടുക്കുകയാണോ, അല്ലാണ്ട് നമ്മളായിട്ട് mold വേറെ ചെയ്തെടുക്കണം. എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ട്? ഇല്ല സിസ്റ്റത്തിന് മാറ്റം വരുന്നതല്ല. നമുക്കെന്തറിയാം, ഒരാൾക്ക് ഒരു അറിവില്ലാത്തത് ഒരു പ്രശ്നമല്ല. ആ അറിവ് പഠിക്കാത്തതാണ് പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. ഇപ്പൊ അതായത് എനിക്കൊരു സ്കില്ലുള്ള ആ ആൾക്കാരായിരിക്കും, അതെ പക്ഷെ അവര് ആ പ്രൊഫഷണലിസം ആണ് അവർ ലാക്ക് അതെ ആ ചെയ്യുന്നത്. പ്രൊഫഷണലിസം വരാൻ ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടെ വലിയൊരു ഭാഗം കേട്ടോ. നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജോലി അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി അറിയില്ല, ആ ജോലി എനിക്ക് പഠിപ്പിച്ചു തരാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. ഓക്കെ. അപ്പം മാത്രമല്ല, പക്ഷേ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമുക്കൊരു ലീഡർ വളരെ ക്ലെവറാണ്, കുറച്ച് ബുദ്ധിമാനാണെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ പറയാം, ഒരു 60% മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തെന്ന് ഒരു വർഷം കൊണ്ട്, ഒരു വർഷത്തിലധികം അവരുടെ കൂടെ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. അവരുടെ ബിഹേവിയറിലാണെങ്കിലും അവരുടെ ക്യാരക്ടറിലാണെങ്കിലും ആ പ്രൊഫഷണൽസിലും ചേഞ്ചസിലാണെങ്കിലും ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ചില സമയത്ത് നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പം ഞാൻ പറയും, ഒരു ലീഡർ മോശമാണെങ്കിലും താഴെയുള്ള എല്ലാവരും കേടുവന്നു പോകും. അതെ അതെ. ആ ലീഡർ ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാവരും അതുപോലെ ആയിക്കോളും. പക്ഷെ അത് ലീഡറിന്റെ കഴിവാണ് ആ ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം, അവരെങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം, പ്രൊഫഷണലായിട്ട് ചെയ്യണോ അൺപ്രൊഫഷണലായിട്ട് പോകണോ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നന്നാവണോ മോശമാവണോ ഒക്കെ തീരുമാനിക്കുന്നത് ലീഡറിന്റെ കഴിവ് പോലെ ഉണ്ടാവും. ലീഡർ മോശമാണെങ്കിൽ അവർ മോശം ഉറപ്പായിട്ടാവും. അപ്പോൾ നമ്മൾ ചില സമയത്ത് സ്റ്റാഫിനെ മാത്രം പ്രൊഫഷണൽ അൺപ്രൊഫഷണൽ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനും പറ്റൂല. വരുന്ന ലീഡർ അൺപ്രൊഫഷണൽ ആണെങ്കിലോ ശരിയല്ലേ? വരുന്ന ലീഡർ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കണം, ഭയങ്കര നല്ല ലിസണർ ആയിരിക്കണം. ചിലപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും, അതിന് സൊല്യൂഷൻ ചെയ്തു കൊടുക്കാൻ പറ്റണം, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോയി ജീവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജോലി മാത്രമാണ്. പക്ഷെ ഇവിടെ ഡെയിലി വീട്ടിൽ പോയിട്ട് വരുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ഡെയിലി മെന്റലി ഇവരുടെ ഓരോ പ്രശ്നം, മേ ബി ഫാമിലി പ്രശ്നമുണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടാവും, ആരെങ്കിലും ഹോസ്പിറ്റലിലാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ലീഡറിന്റെ കഴിവ് തന്നെയാണ്. അപ്പോൾ ആ ലീഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നമുക്ക് ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഗൾഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനിയും ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റാലിറ്റി changes ഇൻഡസ്ട്രി ഇനി ഒരുപാട് ചേഞ്ചസ് ഇനി വരാനുണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്ന പോലെ ഞാൻ ഓരോ കാര്യം ഒബ്സർവ് ചെയ്ത് പറഞ്ഞു, അതുപോലെ ഓരോ ഷെഫുമാരും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സും ഓരോ ലീഡേഴ്സും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്തു കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ജപ്പാനിൽ ശരിക്കും കോഫി, നെസ്കഫെ എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് അവിടെ കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവിടെ കോഫിയുടെ ഒരു കൾച്ചർ ഇല്ലായിരുന്നു. ഓക്കെ. അങ്ങനെ അവർ വളരെയധികം ട്രൈ ചെയ്തിട്ട് ഇപ്പം നിലവിലുള്ള കുട്ടികൾക്ക് കോഫി ക്യാൻഡീസ് ഇല്ലേ, അത് കൊടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് അവർക്ക് ഫെമിലിയർ ആക്കിയതിനു ശേഷം ആ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് കോഫിയുടെ ഒരു കൾച്ചർ അവിടെ ഉണ്ടായി വരുന്ന രീതിയിൽ അങ്ങനെയാണ് അവർ അവിടെ ഒരു കൾച്ചർ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതുപോലെ മലപ്പുറത്തൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡാണോ ശരിക്കും കോഫിക്ക് തുടക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതെ, നല്ല ഇവര് 2013 കോഫി ക്രീമാണ് ആക്ച്വലി മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഒരു കോഫി കൾച്ചർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് ഇവർ ഒരുപാട് ഇതിനെ ഓണർ ചെയ്തതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വന്ന ശേഷമൊക്കെ ഒരു ക്യാപിച്ചിനോ 120 rupees ചാർജ് ചെയ്യുന്നു. ഓക്കെ, അതിന് മുമ്പ് കുറച്ചുകൂടി കുറവായിരുന്നു. പക്ഷെ ഇവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാപിച്ചിനോക്ക് ജസ്റ്റ് 40 rupees ആയിരുന്നു. അപ്പം ആ സമയത്ത് ഒരുപാട് വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കോഫിക്ക് 40 രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ. അപ്പം അതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ കോട്ടക്കൽ ഈ ഒരു കൾച്ചർ കൊണ്ടുവന്നതിൽ കോഫി ക്രീമിനും അത് അവരുടെ ഫൗണ്ടേഴ്സിനും തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഇപ്പോൾ ലീം ബേക്കറിക്ക് പോകുന്ന സമയത്ത് അതൊരു മോഡേൺ സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റിൽ വരുന്ന സമയത്ത് മലബാർ ഏരിയയിൽ വളരെ പ്രോപ്പറായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഇവർ തന്നെയാണ്. കാരണം ഇത് ഞാൻ പറയാം, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് എന്ന് പറയും. ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡിയാസ് പിന്നെ ഈസിയാണ്, പക്ഷേ ഈ ഐഡിയാസിനെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഫീനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഹെൽത്ത് വൈസ് എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. ഇപ്പം കുറെ ആയിട്ട് ചില ആർട്ടിക്കിൾസ് കാണാം, കോഫി രാവിലെ കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന്, ഹാർട്ട് ഡിസീസ് ഒക്കെ ഒരുപാട് ക്യൂർ ചെയ്യാൻ അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യും.
മനസ്സിലായി. ഇതേ മീഡിയ തന്നെ കോഫി ഭയങ്കര ബാഡാണ് കൺസ്യൂം ആ, ആ. ചെയ്യുന്നത്. നമ്മൾ പറയല്ലേ കഫീൻ ആയതുകൊണ്ട് മനസ്സിലായി. തന്നെ. ശരിക്കും ഈ ഒരു കോഫിയായിട്ട് ഇത്രയും അടുത്ത് ഡീൽ ചെയ്യുന്ന ഒരു ആളാണ് ഇങ്ങനത്തെ ഒരു ബ്രാൻഡിന്റെ. മനസ്സിലായി. എന്താ പറയാനുള്ളത്? എന്തറിയോ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അമിതമായ വിഷമാണ്. പക്ഷേ എല്ലാം. ഉം. ഓക്കെ. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ പണ്ട് ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ ഈ എസ്പ്രസ്സോ ആണ് കൂടുതൽ അടിക്കുക. ഉം. ഒരു ദിവസം 5 മുതൽ 7 വരെയൊക്കെ അടിക്കും. എസ്പ്രസ്സോ കഴിക്കും. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 18 മണിക്കൂറൊക്കെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഉം. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു പറഞ്ഞാൽ എനിക്ക് തീരെ ഉറക്കമില്ലാതായി. ഉം. ഒരു 3 മണിക്കൂർ ഉറങ്ങും. പക്ഷേ നെക്സ്റ്റ് ഡേ നമ്മൾ ബാധിക്കില്ല. പക്ഷെ നമുക്ക് ഉറക്കം കുറഞ്ഞു പോകും. ഉം. കാരണം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇങ്ങനെ എനർജി ഇങ്ങനെ കിടക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഞാൻ അതിൻ്റെ ഒരു നമ്മൾ അമിതമായി ഉപയോഗിച്ചാലേ പ്രശ്നമുള്ളൂ. അതല്ല നമ്മൾ മിതമായിട്ടാണ് ഉം. ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് കോഫി നല്ലത് തന്നെയാണ്. ഉം. പക്ഷേ ഞാൻ പറഞ്ഞ മാക്സിമം എസ്പ്രസോ അല്ലെങ്കിൽ അമേരിക്കാനോ അതൊക്കെ കുടിക്കാൻ നോക്കുക. ഇൻ കേസ് ഇനി എന്താ പറയുക ഡയറി ബേസ് വേണമെങ്കിൽ ക്യാപ്പിച്ചിനോ കുടിക്കാം. ഉം. പക്ഷേ ഈ കോഫി ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ഷുഗർ ഇടാതെ ഉപയോഗിക്കുക. ഷുഗർ ഇല്ലാതെ ഉപയോഗിക്കുക. നമ്മൾ ഒരു അമേരിക്കാനോ അതുപോലെ തന്നെ എസ്പ്രസോ കഴിക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേണിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ബോഡിക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എസ്പ്രസോ ഒക്കെ നമ്മൾ ഒരു ആഫ്റ്റർ 3 o'clock ഒന്നും കഴിക്കരുത്. കഴിച്ച് നമ്മുടെ ഉറക്കത്തിനൊക്കെ ബാധിക്കാനുള്ള ചാൻസ് സാധ്യത ഉണ്ട്. കൂടുതലാണ്. പക്ഷെ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ആ ദിവസം നിങ്ങൾക്ക് നല്ല എനർജി കാര്യങ്ങളൊക്കെ കിട്ടാൻ എസ്പ്രസോ ആണെങ്കിലും അമേരിക്കാനോ ഒക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചില ആൾക്കാർക്ക് കുടിക്കാൻ പറ്റില്ല. അല്ല ഇത് കാരണം ഈ അമേരിക്കാനോ ആണെങ്കിലും എസ്പ്രസോ ആണെങ്കിലും ഷുഗർ ഇല്ലാതെ വേണം കുടിക്കാം. പല കോഫി ഷോപ്പിലും പോകുമ്പോൾ ഷുഗർ അതിന് കൂടെ കൊണ്ട് വെക്കുന്നതാണ്. അത് ഷുഗർ ഉപയോഗിച്ച് കുടിക്കുന്ന സാധനമല്ല. പക്ഷേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കോഫി മെഷീൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ എസ്പ്രസ്സോയ്ക്ക് ഓൾറെഡി അവർ ഷുഗർ ആയിട്ടുള്ളതല്ലേ അവർ സെർവ് ചെയ്യുന്നത്. ഇപ്പം അമേരിക്കാനോ ഒക്കെ അവർ മെഷീൻസിൽ സെർവ് ചെയ്യുന്ന ഓക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഓൾറെഡി അതിൽ ഷുഗർ ഇൻക്ലൂഡഡ് ആയിരിക്കില്ലേ? ഇല്ല 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 ഇല്ല. ഇല്ലല്ലേ? അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ കോഫീന് റെഡിമെയ്ഡ് സംഭവങ്ങൾ പല സ്ഥലത്തുണ്ട്. അതിലും എസ്പ്രസോയും അമേരിക്കാനും ഷുഗർ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമ്മൾ ക്യാപിച്ചിനോ അതൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻസ് അല്ല പറയുന്നത്. അതെ. അതിൽ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ കോഫി മെഷീൻ അല്ലാതെ ഓൾറെഡി റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് വെച്ചില്ല. അതിൽ എസ്പ്രസോയിലും അമേരിക്കയിലും ഷുഗർ ഉണ്ടാവില്ല. അത് ഷുഗർ ഉപയോഗിച്ച് കഴിക്കേണ്ട സാധനമല്ല. ഈവൻ ക്യാപിച്ചിനോ വരെ ആക്ച്വലി ഷുഗർ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ആ കോഫിയുടെ ഫീലൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ പലരും കൂടുതലായിട്ട് നാട്ടിലൊക്കെ 3-4 പാക്കറ്റ് ഷുഗർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ഇതില്ലാതെ ഞാൻ പറയുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോഡിക്ക് എനർജിയും ഒരു ഹെൽത്ത് വൈസ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ അധികം ആവരുത്. ആവശ്യത്തിനായി കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന എസ്പ്രസോ അമേരിക്കാനോ ഒക്കെ നമ്മൾ ബോഡിക്ക് ഗുണമേയുള്ളൂ. പ്രശ്നങ്ങളൊന്നുമില്ല. സാറേ ഞങ്ങളൊരു റാപ്പിഡ് ഫയർ സെഷൻ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ യുവർ ഓൾ ടൈം ഫേവറേറ്റ് കംഫർട്ട് ഫുഡ് ബിരിയാണിയാണ്. ബിരിയാണിയാണ്. കാലിക്കറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 5 ഫുഡ് സ്പോട്ട്. ഓഫ് കോഴ്സ് നമ്പർ 1 മദർ പാരഗൺ. അത് ബിരിയാണി ആയിരിക്കും എന്തായാലും. ബിരിയാണി. സെക്കൻഡ് വന്നിട്ട് നമുക്ക് ഷാപ്പ് റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ പ്രത്യേകിച്ച് ഒരുപാട് ഐറ്റംസ് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ഈ ഡ്രിങ്ക് ഉണ്ട് ചക്കാമാങ്ങ തേങ്ങ. പിന്നെ അവരുടെ മറ്റേ നമ്മുടെ ചക്ക വരട്ടി വെച്ചിട്ടുള്ള പപ്പടവും പഴവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമുക്ക് നോസ്റ്റ അടിക്കും. പിന്നെ നമ്മുടെ അമ്മ മെസ്സിലെ അവിടുത്തെ ഈ ഫിഷും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എൻ്റെ പേരെന്താ കുറ്റിച്ചറയിൽ കുളത്തിന്റെ ഓപ്പോസിറ്റിൽ എന്ത് റെസ്റ്റോറൻ്റ് അത് ഇടയിലെ അവിടെ ഒരു പഴംപൊരിയും ബീഫും. അവിടുത്തെ പഴംപൊരി ബീഫിന്റെ ഒരാളല്ല. പക്ഷെ ഞാൻ രാവിലെയൊക്കെ പോകുമ്പോൾ അത് വിറകടുപ്പിലെ ഈ ബീഫ് ഇങ്ങനെ കളിക്കുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്കൊരു ഭയങ്കര ലെഗസി ഉണ്ട്, ഒരുപാട് കാലം മുന്നേ. ടെംപ്റ്റിംഗ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 5ാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കോഫി ഷോപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ ഇഷ്ടം എൻ്റെ ഒരു അതായത് കോഴിക്കോട് ബ്രൗൺ ടൗൺ തന്നെയാണ്. ബ്രൗൺ ടൗണിലെ ഏത് ഡിഷ് സ്പെസിഫിക്കലി പറ? ബ്രൗൺ ടൗണിൽ ഒരുപാടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അവരുടെ മെക്സിക്കൻ പ്ലാറ്റർ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈവനിങ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് വേണ്ടത് മെക്സിക്കൻ പ്ലാറ്റർ ആയിരിക്കും. ഒരു സ്പൈസിയാണ്, ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. മെക്സിക്കൻ പ്ലാറ്റർ കൂടുതൽ കഴിക്കാൻ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അവിടുത്തെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ല ഈ വീട്ടിൽ മറ്റേ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൂടുതലും കഴിക്കുന്നത് മെക്സിക്കൻ പ്ലാറ്റർ ആയിരിക്കും. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ഫുഡ് ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ഫുഡ് ഇതുവരെ നമ്മൾ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല? അങ്ങനെ
ഏറ്റവും എക്സ്പെൻസീവ് വാഗ്യൂ ഒക്കെയാണ്. വാഗ്യൂ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നും ഇല്ല ആ, ടേസ്റ്റ് ചെയ്യാൻ. പക്ഷെ എന്താ പറയുക, നമ്മളൊരു ക്വാളിറ്റി ബേസ് പോകുന്നതുകൊണ്ട് ഉം. നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും എക്സ്പെൻസീവ് മീറ്റ് വാഗ്യൂ ആണ്. ആഹാ. നമുക്കൊരു കിലോന് അതായത് 20,000 രൂപയൊക്കെ വരും, റേറ്റ് ആഹാ. വരും. അത് ശരിക്കും 20,000 എന്തിന്റെ വാക്യൂം മീറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജപ്പാനിൽ എന്താ പറയുക, മൗണ്ടൻ ഏരിയയിൽ ഉം. ഒരു 3-4 കാറ്റൽ ഫീൽഡിനെ, അതായത് പശുക്കളെ അവർ ഉം. തിരിച്ചിട്ടുണ്ട്. ഉം. അപ്പോൾ അതിൻ്റെ മീറ്റിനെ നമ്മൾ വാക്യൂം മീറ്റ് എന്ന് പറയാം. വാക്യൂം ഉം. മീറ്റ് എന്ന് പറഞ്ഞാൽ മാർബിൾ മീറ്റാണ്, അതായത് ഫാറ്റ് കണ്ടന്റ് കൂടിയ മീറ്റ്. നമ്മൾ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുന്ന ഏതായിരിക്കും ഉം. നമ്മുടെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടായി. കാരണം ഉം. അത് ടേസ്റ്റ് ചെയ്താലേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. ഉം. അതൊക്കെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ എന്താണ് ഇങ്ങനെ ഇവൻ ഇപ്പോൾ ഈ പോർക്കാണെങ്കിലും പല ഭാഗത്തുള്ള പോർക്കാണെങ്കിലും ആ. ഈവൻ പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ജർമ്മൻ സോസേജ് കഴിക്കണം. ഉം. ഉം. ജർമ്മൻ സോസേജ് ഈ വണ്ണം ഉണ്ടാവും, ഉം. ഉം. ഇത്ര നാളും ഉണ്ടാവും, അങ്ങനെ ഉം. ചുരുണ്ട് കിടക്കുന്ന സാധനം, അതിൻ്റെ കൂടെ ഉം. മാഷ് പൊട്ടോട്ടോസ് ഒക്കെ ആയിട്ട്. ഉം. അത് ഞാൻ ജർമ്മനിയിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മാക്സിമം ഞാൻ ആഗ്രഹിച്ചൊക്കെ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ. നമ്മൾ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ സാൽമണൊക്കെ ആണെങ്കിൽ സാൽമൺ മറിഞ്ഞാണ്, ലോബ്സ്റ്റർ ഒക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൽ വർക്ക് ചെയ്തുകൊണ്ട് അർമാനി ഓൾമോസ്റ്റ് നമ്മൾ ഒരു 15 years മൾട്ടിനാഷണൽ ലെവലുള്ള 5-star ഹോട്ടൽസ് വർക്ക് ചെയ്തത്. ഉം. ഉം. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തതിൽ ഏറ്റവും ഫെയിൽഡ് ആയിട്ടുള്ള ഏതായിരുന്നു ഫെയിൽഡ് നമ്മൾ പ്രിപ്പറേഷനിൽ? ചിലപ്പോ ഒരു ഏതൊരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബ്ലാക്ക് ഇനീഷ്യൽ മൊമെന്റ് ഉണ്ടാവും കരിയറിന്റെ ഒക്കെ ഇനീഷ്യൽ ടൈമിലൊക്കെ. ടൈമിലായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു മേ ബി പണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, ഉം. ഉം. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഉം. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് അങ്ങനെ ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ ആഹാ. അങ്ങനെ ഉം. ഉണ്ടായിട്ടില്ല. ഉം. പക്ഷെ നമ്മളൊരു കാര്യം R&D ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ സംഭവിക്കില്ല, ഉം. ഉം. നമുക്ക് ഇമ്പ്രൂവ്മെന്റുകൾ വേണ്ടി വരും. ഉം. 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 നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണം. ഇപ്പം എനിക്ക് പുതുതായിട്ടൊരു ഒരു ഡെസേർട്ട് ഡെവലപ്പ് ചെയ്യണം. ഉം. ഡെസേർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, ഉം. ഇന്നൊരു ഡെസേർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന്. ഉം. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഇതല്ല ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നും. ഉം. ഉം. പിന്നെ വീണ്ടും വീണ്ടും ചെയ്യും. അപ്പോൾ ഉം. നമുക്കൊരു സംഭവം നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമൊന്നുമില്ല. ഉം. 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 നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ബെസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഉം. ഉം. നമ്മൾ എന്താ പറയുക, ഒരു പെർഫെക്റ്റ് സംഭവം പറഞ്ഞിട്ട് ഫുഡാണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ഉം. മനുഷ്യനാണെങ്കിലും ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഉം. എവിടെയും ഒരു പെർഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഉം. എല്ലാത്തിലും ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉം. ശരിയല്ലേ? ഇനി എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു മീൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ ആരെയും Okay. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഗോർഡൻ റാംസെ എന്ന് പറയും. കാരണം ഞാൻ 2015 to 18 സെന്റ് ടീച്ചേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഗോർഡൻ റാംസിന് 2 റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പുള്ളി 6 month കൂടുമ്പോഴാണ് വരിക. ഓക്കെ. 6 month കൂടുമ്പോൾ ഗ്രാൻഡ് ബ്രഞ്ച് ആണ് വരിക ഉം. പുള്ളി. അപ്പോൾ ആ സമയത്ത് അത് ഖത്തറിലെ ഏറ്റവും വലിയ ബ്രഞ്ചായിരുന്നു ഉം. അത്. ഓക്കെ. ഏറ്റവും എക്സ്പെൻസീവ് ബ്രഞ്ചും ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ബ്രഞ്ചായിരുന്നു അത്. ഉം. ഉം. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അത് ഗോർഡൻ റാംസെ വരുമ്പോൾ തന്നെ നമുക്ക് ഹോട്ടലിന് അനൗൺസ്മെന്റ് വരും. അനൗൺസ് ചെയ്യും നമ്മളാരും സെൽഫി എടുക്കരുത്. ഇവൻ പുള്ളിയുടെ കൂടെ കിച്ചണിലുള്ളവർ വരും. ഉം. 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 സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവം, അങ്ങനെ എടുക്കാൻ പാടില്ല. ഉം. ഉം. അങ്ങനെ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 5-star ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ചിട്ടയാണ്, ഉം. പെട്ടെന്ന് ആക്ഷൻ എടുക്കും. ഓക്കെ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് കൂടെ ഒന്ന് സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഉം. ഉം. അപ്പം അപ്പം ഗോർഡൻ റാംസിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് പുള്ളിയുടെ ഇതൊന്നൊരു വാവ് കേൾക്കണം, അതൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട്. ഉം. കാരണം എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് ഷെഫ്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാൻ അടുത്ത് കണ്ടിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഞാൻ ചെയ്ത് അവർ റെസ്റ്റോറൻറ്റിലേക്ക് കൊടുത്ത് ഗോർഡൻ റാംസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ട്. നടക്കില്ല എന്നറിയില്ല, പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. ഉം. നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹിച്ച അതെ. ഇതുവരെ നടക്കാതിരുന്നില്ല, മൈറ്റ് ബി നടക്കണം, നോക്കാം. ഓക്കെ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ. സോ താങ്ക് യു ഫോർ ദ ടൈം. Thank താങ്ക് you. യു. Thank you.